ഈ യോഗത്തിൻ്റെ സംബന്ധിച്ച പാർട്ടിയുടെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, നല്ലവരായ നാട്ടുകാരെ, വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷണത്തിലൂടെയാണ് നമ്മളുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് പ്രതിനിധീകരിക്കുന്ന പൗരന്മാരെന്ന നിലക്ക് നമ്മളൊക്കെ വളരെയധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും അതിലപ്പുറം ഒരൽപ്പം അഹങ്കരിക്കുകയും ചെയ്തിരുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റു രാജ്യക്കാർക്ക് അവകാശപ്പെടാനില്ലാത്ത ഉദാത്തവും മനുഷ്യത്വപരമായ ഒരു ഭരണഘടന എന്നതിലപ്പുറമായി പരസ്പരം ഉൾക്കൊള്ളാൻ, പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം സഹവർത്തിത്വത്തിൽ ഏർപ്പെടാൻ, പരസ്പരം കൊണ്ടും കൊടുത്തും മനസ്സിലാക്കിയും ഇടപഴകി ജീവിക്കുന്ന ഒരു പറ്റം പച്ച മനുഷ്യർ ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുടെ സംഗമഭൂമിയാണ് എൻ്റെ ഇന്ത്യ എന്നതാണ് നമ്മളൊക്കെ ഈ രാജ്യത്ത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് അഭിമാനിക്കുന്നതിന്റെ ചേതോവികാരം. ഒരുപക്ഷെ ഒരു 20 വർഷക്കാലം ഈ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇന്ത്യയുടെ സൗന്ദര്യത്തെ വർത്തമാനകാലത്ത് വിവരിക്കേണ്ട ഒരു ആവശ്യകതയില്ലാത്ത തരത്തിൽ അതിന്റെ സൗന്ദര്യവും അതിന്റെ സൗരഭ്യവും ആവോളം ആസ്വദിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളുടെ പ്രാദേശിക തലങ്ങളിൽ പോലും, നമ്മുടെ അങ്ങാടികളിലെ കടത്തിണ്ണകളിൽ പോലും അതിന്റെ സൗഹൃദങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ ആവോളം അനുഭവിച്ചവരാണ് ഇന്നലകളിൽ നമ്മൾ ഓരോരുത്തരും. പക്ഷേ വേദനാജനകമെന്ന് പറയട്ടെ, വർത്തമാന ഇന്ത്യയിലെ പുതിയ തലമുറക്ക് ഇന്നലകളുടെ ഇന്ത്യയെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് വർത്തമാന ഇന്ത്യ വന്നു നിൽക്കുകയാണ്. പുതിയ തലമുറയോട് ഈ കാലഘട്ടത്തിൽ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നെന്നും ആ ഇന്ത്യ മഹാരാജ്യത്ത് മനുഷ്യന് പ്രാധാന്യം കൽപ്പിക്കുന്ന, മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന, മതങ്ങളെ മാറ്റിവെച്ച് മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന കൽപ്പിക്കുന്ന ഒരു പറ്റം നല്ല മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മളുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷണത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും വൈദേശിക രാജ്യത്തിലെ ഏതെങ്കിലും കോർപ്പറേറ്റ് മുതലാളിമാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല. വർത്തമാന ഇന്ത്യയെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളാണ് ഈ രാജ്യത്തിന്റെ സുന്ദരമായ സംസ്കാരത്തെ, ഇന്ത്യയുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വമെന്ന ഇന്ത്യയുടെ സൗരഭ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊരൽപ്പം ആശങ്കയോടെ ഈ അങ്ങാടിയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന്റെ ജനപ്രതിനിധികൾക്ക്, നാട് ഭരിക്കുന്നവർക്ക് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ചർച്ചകളോ ഒരു വിശകലനമോ നടപടിയോ നമ്മൾ കാണുന്നില്ല. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ഈ രാജ്യത്തിന്റെ പൗരസമൂഹത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ രാജ്യത്തിലെ ഏത് ജനപ്രതിനിധികളാണ് മുന്നോട്ടേക്ക് വരുന്നത്? നമ്മൾ കാണുന്നത് ഈ രാജ്യത്തിന്റെ മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ, നിയമസഭകളിൽ സംസാരിക്കാൻ, പാർലമെന്റ് മന്ദിരങ്ങളിൽ സംസാരിക്കാൻ, ഈ രാജ്യത്തിന്റെ ജനപക്ഷ സംസാരം സംസാരിക്കുന്ന ഏതെങ്കിലും ജനപ്രതിനിധികളെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കേരളത്തിന്റെ നിയമസഭയിലേക്ക് നോക്കുമ്പോ, ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് നോക്കുമ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകള്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓർഡിനൻസുകള്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ബില്ലുകള്, അവിടെ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന അമെൻഡുകള് ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ്, ഈ രാജ്യത്തിന്റെ വരേണ്യ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ രാജ്യത്തിന്റെ മനുവാദ സ്ഥാപനങ്ങൾക്ക് മനുവാദ സ്ഥാപിതത്തിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിന്റെ ജനപ്രതിനിധികൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് മനുഷ്യത്വപരമായിരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കും
വിളിക്കുന്നിടത്ത് ഈ നാട് ഭരിക്കുന്ന ജനപ്രതിനിധികളെ നമ്മളെവിടെയും കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് മതമാണ് പ്രശ്നം, ജാതി പ്രശ്നമാണ്, സിംബലുകൾ ഉണ്ടാക്കിയിട്ട് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നത്തെ മറച്ചുവെക്കാൻ നാട് ഭരിക്കുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെതിരെ നിരന്തരമായിട്ട് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ അഹങ്കാരത്തിലിരിക്കുന്നവർ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവര്, നാട് ഭരിച്ചുകൊണ്ടിരിക്കുക ഭീരുക്കളായിരിക്കുന്നവര്, ഈ രാജ്യത്ത് നട്ടെല്ല് നിവർത്തി വർത്തമാനം പറഞ്ഞ ധീരപുരുഷന്മാർക്കെതിരെ ഉളിയമ്പുകൾ ഉയർത്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന ഇന്ത്യയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാക്ക് രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെയാണ് ഇന്ന് വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യ മതേതര ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ജനാധിപത്യ മതേതര ഇന്ത്യയുടെ മകുടോദാഹരണ സൗന്ദര്യത്തിന്റെ സൗരഭ്യത്തിന്റെ വിധാനമായ ഡോക്ടർ BR അംബേദ്കർ അവഹേളിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി നാട് ഭരിക്കുന്ന ഇന്ത്യയുടെ പൗരന്മാരാണ് ഞാനും നിങ്ങളുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. BR അംബേദ്കറെ നരേന്ദ്രമോദിയും അമിത്ഷായും വിമർശിക്കുന്നതിന്റെ കാരണം ഈ അങ്ങാടിക്ക് പച്ച മലയാളത്തിൽ അറിയാം. ആരാണ് ഡോക്ടർ BR അംബേദ്കർ എന്നറിയോ? ഈ രാജ്യത്തിന്റെ സംഘപരിവാരത്തിനെതിരെ നിതാന്തമായി വർത്തമാനം പറഞ്ഞിരുന്ന ഒരു പച്ച മനുഷ്യനാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ സവർണ താല്പര്യങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. ഇന്ത്യയുടെ പൊതുസമൂഹത്തിന് മറക്കാൻ കഴിയാത്ത ഒരു ഇന്നലകളുണ്ട്, ഒരു അവർണ സവർണ വേർതിരിവിന്റെ ഒരു കാലഘട്ടമുണ്ട്. എന്നെ ശ്രമിക്കുന്ന പ്രബുദ്ധരായ കാഞ്ഞിരക്കാണങ്ങാടിയിലെ പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങളുടെ വീടിലും അയൽവക്കത്തുമുള്ള 60 വയസ്സുള്ള അമ്മൂമ്മയോട് പോയിട്ട്, 60 വയസ്സുള്ള അപ്പൂപ്പനോട് പോയിട്ട്, ഈ നാട്ടിലെ വല്യമ്മമാരോട് പോയി ചോദിക്ക്, ഇന്ത്യ രാജ്യത്ത് ഇന്നലകളിൽ ഒരു വൃത്തിഹീനമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. സവർണൻ പോകുന്ന അമ്പലത്തിലേക്ക് അവർണയായ സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് വടിയടച്ച് പിണ്ടം വെക്കുന്ന ഒരു കാലഘട്ടം ഈ ഇന്ത്യ മഹാരാജ്യത്തിനുണ്ടായിരുന്നു. സവർണൻ കുടിക്കുന്ന കിണറ്റിൽ നിന്ന് ദാഹജലം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു അവർണ ജനതയുടെ നീറുന്ന വർത്തമാനങ്ങൾ പറയാൻ ഈ നാടിനൊട്ടനവധിയുണ്ട്. എന്തിനേറെ പറയണം, സവർണന്റെ മുമ്പിൽ അഭിമാനം മറക്കാൻ, മാറു മറക്കാൻ, തന്റെ ശരീരത്തിലൂടെ മുണ്ടിട്ടെന്ന് മറക്കാൻ, അഭിമാനക്ഷതമേൽപ്പിക്കുന്ന അവന്റെ ശരീരത്തിൽ ചവിട്ടി അഭിമാനത്തിൽ ചവിട്ടി നൃത്തം ചവിട്ടുന്ന ഒരു വൃത്തിഹീനമായ ഒരു പ്രാചീനമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമാണ് മനുവാദ സിദ്ധാന്തം എന്ന് പറയുന്നത്. സംഘപരിവാരം ഇന്ത്യ രാജ്യത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുവാദ സിദ്ധാന്തമാണ് ഇന്ത്യയിൽ കഴിഞ്ഞ കാലത്ത് തകർത്തെറിഞ്ഞത്. അതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു മനുഷ്യന്റെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ. അതിനോട് പ്രതിഷേധാത്മകമായി കൊണ്ട് ആ വിശ്വാസത്തെ വലിച്ചെറിഞ്ഞ് ബുദ്ധമതം സ്വീകരിക്കേണ്ടി വന്ന ഒരു മനുഷ്യന്റെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ. ആ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനയുടെ കോൺസുലേറ്റിലേക്ക് തെരഞ്ഞെടുക്കാതിരിക്കാൻ ആവോളം പല്ലും നഖവും ഉപയോഗിച്ച് പണിയെടുത്ത ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് സംഘപരിവാരം, RSS പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് RSSന്റെ പ്രത്യയശാസ്ത്രം വെച്ചു പേറുന്ന അമിത്ഷാക്ക് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അംബേദ്കറെ ഉൾക്കൊള്ളാൻ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും കഴിയുമ്പോഴേ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. അംബേദ്കറുടെ നിലപാടുകൾ ഇന്നും ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ ഡോക്ടർ BR അംബേദ്കറെ അമിത്ഷായും നരേന്ദ്രമോദിയും എതിർത്തുകൊണ്ടിരിക്കണം. എന്നാലേ വർത്തമാന പുതിയ തലമുറക്ക് അത് മനസ്സിലാക്കാൻ കഴിയൂ. ആരാണ് ഡോക്ടർ BR അംബേദ്കർ? മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു വെക്കട്ടെ. ഇന്ത്യയുടെ ഭരണഘടന എഴുതി വെക്കുമ്പോ സംഘപരിവാര താല്പര്യമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായി കൊണ്ട് ദൈവനാമത്തിൽ തുടങ്ങണമെന്ന്. അതിനെതിരെ അതിനിതാന്തമായി വർത്തമാനം പറഞ്ഞ് ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചു, വി ആർ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതമുള്ളവന്റെ രാഷ്ട്രമല്ല. ഇന്ത്യയിലെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദര, ഈ രാജ്യം നിന്റെയാണ്, പക്ഷേ നിന്റെ മാത്രമല്ല. ഇന്ത്യയിലെ മുസ്ലിം സഹോദര, ഈ നാട് നിന്റെയാണ്, പക്ഷേ നിന്റെ മാത്രമല്ല. ഈ നാട്ടിലെ ക്രൈസ്തവ സുഹൃത്തെ, ഇന്ത്യ നിന്റെയാണ്, പക്ഷേ നിന്റെ മാത്രമല്ല. ബുദ്ധനെയും ജൈനനെയും പാഴ്സിയെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ രാജ്യം നിന്റെയാണ്, പക്ഷേ നിന്റെ മാത്രമല്ല. മതമില്ലാത്ത ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായി കൊണ്ട് ദൈവനാമത്തിൽ എഴുതി വെക്കരുത്,
എഴുതി വെച്ചു. ഇന്ത്യയുടെ മകുടോദാഹരണം, സൗരഭ്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു വാക്ക്, വി ആർ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ജനങ്ങളുടെ ഒരു നാടാണിത്. അവരുടെ ആമുഖമായി അവരുടെ ഭരണഘടന തുടങ്ങേണ്ടത് മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, മനുഷ്യത്വത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അങ്ങനെ അഭിസംബോധന ചെയ്ത് ഇന്ത്യയുടെ ഭരണഘടന എഴുതി വെച്ച ഒരു മനുഷ്യനെ വിമർശിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണെന്ന് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്രം വെച്ചു കയറുന്നവർ ഇന്ന് നാട് ഭരിച്ചുകൊണ്ടിരിക്കുക, ഇന്ത്യയുടെ പാർലമെന്റ് അടക്കി വാങ്ങുകൊണ്ടിരിക്കുക. വിമർശനങ്ങളെ ഇഷ്ടമല്ല അവർക്ക്, വിയോജിപ്പുകളെ ഇഷ്ടമല്ല. ഇന്ന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു മീഡിയയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ നാട്ടുകാരുടെ ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങള് വിശകലനം ചെയ്യുന്ന ഏതെങ്കിലും പത്രസമ്മേളനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ രാജ്യത്തെ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ആധുനിക സംവിധാനങ്ങളുടെ ഒരു പ്രൊജക്ടിന്റെ ഉദ്ഘാടന വേദികളിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ രാജ്യത്ത് മതവർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ശിലാസ്ഥാപനങ്ങൾ നടത്താൻ ബിംബങ്ങളെയും ആരാധ്യ പുരുഷന്മാരെയും ഈ നാട്ടില് ഒരു വലിയ ബിംബമാക്കി ഉയർത്തിക്കാണിക്കാൻ തീർത്തും മതധ്രുവീകരണം നടത്തി നാടിന്റെ ജനാധിപത്യ മതേതര സങ്കല്പങ്ങളെ തകർക്കുന്നതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്നതിലപ്പുറമായി കൊണ്ട് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏതെങ്കിലും പ്രവർത്തന പദ്ധതികൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് എന്നെ ശ്രമിക്കുന്ന BJP-ക്കാരോടക്കം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിങ്ങൾക്ക് ഉപകാരമുള്ള ഏതെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ ഈ രാജ്യം ഭരിക്കുന്നവരുടെ താല്പര്യം? ഈ രാജ്യം ഭരിക്കുന്നവരുടെ താല്പര്യം എന്ന് പറയുന്നത് മതം വെച്ച് കാശാക്കിക്കൊണ്ട് അധികാരത്തിന്റെ പച്ചക്കസാരയിൽ ആവോളം മള്ളിപ്പിടിച്ച് ആസ്വദിച്ചിരിക്കുക എന്ന് മാത്രമാണ്. നാട്ടിൽ അതിന് വേണ്ടിയിട്ട് കലാപകലുഷിതമായ പ്രവർത്തനങ്ങൾ കരങ്ങു തകർക്കുക. ആ പ്രത്യയശാസ്ത്രം അങ്ങനെ കടന്നു വന്നത് ഏതെങ്കിലും ജനകീയ സമരങ്ങൾ ഉയർത്തിക്കാണിച്ചിട്ടോ, ഏതെങ്കിലും മനുഷ്യത്വപരമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ചിട്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇടപെടലുകൾ നടത്തിയിട്ടോ അധികാരത്തിൽ വന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല BJP, ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടി ഈ രാജ്യത്ത് മതം പറഞ്ഞ് മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിച്ച് കിട്ടുന്ന അവസരത്തിലൂടെ രാജ്യത്തിന്റെ അധികാരത്തിൽ കയറിയിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര. ഇത് വിളിച്ചു പറയാൻ ഒരുപക്ഷെ ഈ അങ്ങാടികളിൽ നമ്മളാരെയും കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ലെന്ന് ചോദിച്ചാൽ, യുവന്മാരെ വിമർശിക്കുക എന്നുള്ളത് വർത്തമാന ഇന്ത്യയിൽ അത്ര സുഗമമുള്ള കാര്യമല്ല. അതിനൊരുപാട് സിംബലുകൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് വർത്തമാന ഇന്ത്യയുടെ ഭരണകൂടത്തെ വിമർശിക്കാൻ നാട്ടിൽ സാധാരണക്കാരൻ മാത്രമല്ല പേടിക്കുന്നത്, ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരന്മാർ, ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരിക്കുന്ന MP-മാർ പോലും ഇന്ന് ഭയവിഹ്വലരാണ്. രാജാവ് നാടുവാണി കൊണ്ടിരിക്കുകയാണ്. രാജാവിനെതിരെ വിമർശിക്കാൻ ഇഷ്ടമല്ല. മാധ്യമങ്ങളെ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? എല്ലാത്തിനും സിംബലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, ഒരു യൂണിവേഴ്സിറ്റിയിലെ VC എന്ന വൈസ് ചാൻസലർ എന്ന ഉന്നത കസാരയിലിരിക്കുന്ന ഒരു മനുഷ്യന്, ആ മനുഷ്യൻ ഇന്ന് ഓർമ്മക്കുറിപ്പിൽ ഒരു ഏടില് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് ഡോക്ടർ MM കൽബുർഗി. എന്തിനാണ് MM കൽബുർഗി എന്ന സിംബലിന് സംഘപരിവാരം ഇവിടെ ഉണ്ടാക്കി വെച്ചതെന്നറിയോ? MM കൽബുർഗി ഇന്ത്യയിൽ കിട്ടുന്ന സെമിനാറുകളിൽ, സിംബോസിയങ്ങളിൽ ഇന്ത്യയിലെ മനുഷ്യന് വേണ്ടി സംസാരിച്ചു. ആ മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകൾ ഉയർത്തി കാണിക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാരത്തെ അവസരോചിതമായി കൊണ്ട് തന്റെ വിദ്യാഭ്യാസങ്ങളുടെ കാഴ്ചപ്പാടുകൾ വെച്ച് ജനങ്ങളോട് സംവദിച്ചു എന്നുള്ളതാണ് ഡോക്ടർ BR അംബേദ്കർ ചെയ്ത തെറ്റ്. തമിഴ്നാട്ടില് ഒരു ഗോവിന്ദ ബൻസാര എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. ഓർമ്മക്കുറിപ്പിൽ, ഓർമ്മകളുടെ ഏടുകളിൽ ഒരു അധ്യായമായി കൊണ്ടിരിക്കുന്ന പ്രശസ്ത എഴുത്തുകാരൻ ഗോവിന്ദ ബൻസാരെ എന്താ അദ്ദേഹം ചെയ്ത അപരാധം എന്നറിയോ? തന്റെ തൂലികയിലുടനീളം ഈ രാജ്യത്ത് മനുഷ്യന്റെ സൗഹൃദത്തിന് വേണ്ടി ഇന്ത്യയുടെ ഉദാത്തമായ സൗന്ദര്യത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിനെതിരെ തന്റെ തൂലിക ചലിപ്പിച്ചു എന്നുള്ളതാണ് ബൻസാര ചെയ്ത അപരാധം. സിംബലാണ്. പ്രിയപ്പെട്ട എഴുത്തുകാര, ഇനി സംഘപരിവാരത്തിനെതിരെ എഴുതി പോകരുത്. ഗോവിന്ദ ബൻസാര എന്ന ഒരു സിംബൽ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്.
നമുക്കറിയാലോ, ഇന്ത്യ രാജ്യത്ത് വലിയ വിപ്ലവകരമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളാണ്, വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾക്കും സിംബലുകൾ ഉണ്ടാക്കി. നിങ്ങൾക്കറിയില്ലേ, ലോഹിത് വമുന എന്ന് പറയുന്ന ഇന്ത്യയിലെ പിന്നോക്ക രാഷ്ട്രീയത്തിനെ അഡ്രസ് ചെയ്തുകൊണ്ട്, ഇന്ത്യയിലെ അവർണ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട്, ഇന്ത്യയിലെ സംഘപരിവാര സവർണ താല്പര്യത്തിനെതിരെ അക്ഷര കലാലയങ്ങളിൽ ഗർജിക്കുന്ന സിംഹമായിക്കൊണ്ട് ഇന്ത്യയിലെ കാമ്പസുകൾ ജ്വലിപ്പിച്ചു നിർത്തിയ ഒരു പച്ച മനുഷ്യനായിരുന്നു. ആ പച്ച മനുഷ്യനെ ഇന്ത്യയിലെ സംഘപരിവാരം ഇല്ലാതെയാക്കി, സിംബലാക്കി. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഇന്നും കൽത്തുറങ്കിൽ കിടക്കുന്ന ഉമർ ഖാലിദ് ഉണ്ടല്ലോ, ഇന്ത്യയുടെ കൽത്തുറങ്കിൽ കിടക്കുന്ന ഷർജീൽ ഇമാമുമാരുണ്ടല്ലോ. ഇന്ത്യയിലെ പുതിയ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ സമൂഹത്തിന് ഒരു താക്കീതാണ്. ഞങ്ങൾ ഇല്ലാതെയാക്കി കളയും, അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ച് ഞങ്ങൾ അഴിക്കുള്ളിലാക്കും. വർഷങ്ങളായി കേട്ടോ, ഉമർ ഖാലിദ് ജയിലറയിലാണ്. കേണപേക്ഷിച്ച് ഇന്ത്യയുടെ ഭരണവും ഇന്ത്യയുടെ ജുഡീഷ്യറി കേവല തുച്ഛമായ ദിവസങ്ങളുടെ ജാമ്യാപേക്ഷ കൊടുത്തുകൊണ്ട് നാട്ടിൽ ഇന്ത്യയുടെ പൗരന്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ജയിലറയിൽ കിടക്കുന്നത് എന്തിനാണെന്ന് ഈ അങ്ങാടിയിലെ പ്രബുദ്ധരായ മനുഷ്യരെ, സൗന്ദര്യങ്ങളെ, നമ്മുടെ സൗഹൃദങ്ങളെ തകർക്കാൻ വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിൽ അമെൻഡ്മെന്റിലൂടെ, ഓർഡിനൻസിലൂടെ കൊണ്ടുവന്ന NRC CAA എന്ന് പറയുന്ന പൗരത്വ രജിസ്ട്രേഷൻ ബില്ലിനെതിരെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയെ സമര പോരാട്ടങ്ങളെ കൊണ്ട് ധന്യമാക്കിയതിന്റെ പേരിൽ ഇന്നും ജയിലറയിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികളായ യുവജന നേതാക്കന്മാർ ഇന്നും ഭരണകൂട വേട്ടക്കിരയായി കിടക്കുന്നുണ്ട് എന്ന് സുഖവക്കുലതയുടെ ഈ കാലഘട്ടത്ത് നമ്മൾ മറന്നു പോകരുത്. ഉമർ ഖാലിദിനെ നമ്മൾ മറക്കുമ്പോ, ഷർജീൽ ഇമാമിനെ നമ്മൾ മറക്കുമ്പോ, ഈ കാലഘട്ടത്തിലെ സമര പോരാളികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണെന്ന് ഞാൻ ഈ സദസ്സിൽ നിന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ സംഘപരിവാരം സിംബലുകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ രാജ്യത്ത് നമ്മൾ പറയുകയാണ്, ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ സംഘപരിവാരത്തിന്റെ ഓരം ചേർന്നിരിക്കുകയാണെന്ന്. ആ ഓരം ചേർന്നിരിക്കാനും ചില കാരണങ്ങളുണ്ട്. ഗുജറാത്തിന്റെ DGP കസാരയിലിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. നിങ്ങൾ അന്വേഷിക്കണം കേട്ടോ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് എവിടെയാണെന്നറിയോ? ഭരണകൂട വേട്ടക്കിരയായിക്കൊണ്ട് വർഷങ്ങളോളമായി കൽത്തുറങ്കിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. കൽത്തുറങ്കിൽ കിടക്കുന്ന സഞ്ജീവ് പട്ടെന്ന് നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ, പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന പച്ച മനുഷ്യരെ, നമ്മൾ മറന്നു കളയരുത്. എന്താണ് സഞ്ജീവ് ഭട്ട് ചെയ്ത അപരാധമെന്നറിയോ? ഗുജറാത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയും ഇന്നത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ, നരേന്ദ്രമോദി എന്ന കൂട്ടുകെട്ട് രാഷ്ട്രീയം ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ കലാപകലുഷിത പ്രവർത്തനം നടത്തുമ്പോ അതിനെതിരെ മൗനം ഭുജിക്കാതെ തന്റെ കുട്ടിയോളയും ചേർത്ത് പിടിച്ച് സുഗമമായി കൊണ്ട് റിട്ടയർഡ് ജീവിതം നയിക്കേണ്ടതിന് പകരം സത്യം ഉറക്കം ആലാകരോട് വിളിച്ചു പറഞ്ഞു എന്ന അപരാധമാണ് സഞ്ജീവ് ഭട്ട് എന്ന നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. സംഘപരിവാരത്തിനെതിരെ വർത്തമാനം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ഇന്നും ഭരണകൂട വേട്ടക്കിരയായിക്കൊണ്ട് കൽത്തുറങ്കിൽ കിടക്കുന്ന സഞ്ജീവ് ഭട്ട് ഇന്ത്യയിലെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു സിംബലാണ്. ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് നമ്മൾ പറയലുണ്ടല്ലോ. ഇന്ത്യയിലെ മാധ്യമങ്ങള് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിധ്വംസക രാഷ്ട്രീയത്തെ ഉയർത്തിക്കാണിക്കുന്നില്ല എന്ന് സംഘപരിവാരം അവിടെയും സിംബലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്ത് മാധ്യമ പ്രവർത്തകര് വർത്തമാന ഇന്ത്യയിൽ സംഘപരിവാരത്തിനെതിരെ വർത്തമാനം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സിംബല്, ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക അതിനിഷ്ഠൂരമായി സംഘപരിവാരം ഇല്ലാതെയാക്കി. ആരൊക്കെ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരത്തിനെതിരെ വർത്തമാനം പറയുന്നു, അവരെയൊക്കെ ഇല്ലാതെയാക്കിക്കൊണ്ട് സിംബലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്രത്തെ അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ ഈ വൃത്തികേടിന്റെ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ ഇന്ത്യ മഹാരാജ്യത്താരും മുന്നോട്ടേക്ക് വരുന്നില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ അതിനെതിരെയുള്ള ചർച്ചകളും സംസാരങ്ങളും നമ്മൾ കേൾക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ പാർലമെന്റ് പ്രതിപക്ഷ MP-മാർ അവരുടെ നിസ്സഹായാവസ്ഥ തുറന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായില്ലേ? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, ഇന്ത്യൻ മനുഷ്യത്വത്തിന് വിരുദ്ധമായി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവരുമ്പോ ആ ബില്ല് കൊണ്ടുവരാൻ നടക്കാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന്റെ തൊട്ട് തലേ ദിവസങ്ങളില്
ഇന്ത്യയിലെ പ്രതിപക്ഷ എംപിമാരുടെ ഓഫീസുകളിലേക്ക് സംഘപരിവാര BJPയുടെ PROമാർ പോകലുണ്ട് എന്നാണ് കേരളത്തിലെ എംപിമാർ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു, വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നടക്കാനിരിക്കുന്ന ചർച്ചയും കൊണ്ടുവരാനിരിക്കുന്ന ബില്ലുകളും നടപ്പിലാക്കാൻ പോകുന്ന അമെൻമെന്റ് ഓർഡിനൻസുകളും ഇന്നതാണ്. അതിനെതിരെ നിങ്ങൾ വർത്തമാനം പറയരുത്. നിങ്ങളുടെ മുമ്പിൽ 3 അവസരങ്ങൾ ഞങ്ങൾ വെച്ചു തരികയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാം. സാങ്കേതികത്വം പറഞ്ഞ് വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാതിരിക്കാം. ഞാനിത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പ്രബുദ്ധരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, കേരളത്തിലെ എംപിമാർ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളിൽ വളരെ സുപ്രധാനമായി നടക്കുന്ന ചർച്ചകളും നിയമങ്ങളും പാസാക്കപ്പെട്ട പാർലമെന്റ് സമ്മേളനങ്ങളിൽ ആ എംപിമാരുടെ, പ്രതിപക്ഷ എംപിമാരുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് PROമാർ കൊടുത്ത 3 ഓപ്ഷനുകൾ വെച്ച് കേരളത്തിലെ പ്രതിപക്ഷ എംപിമാരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. PROമാർ ആദ്യം കൊടുക്കുന്നു, നിങ്ങൾക്ക് സാങ്കേതികത്വമായി വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാതിരിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ആ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് അതിനെതിരെ അതിശക്തമായ രീതിയിൽ നിങ്ങൾക്ക് പാർലമെന്റ് ഡെസ്കിലിരുന്ന് സംസാരിക്കാം. പക്ഷേ വോട്ടെടുപ്പ് വേളയിൽ ഒന്നെങ്കിൽ നിങ്ങൾ വോട്ടെടുപ്പ് നടത്തുമ്പോ നിങ്ങൾ വിട്ടുനിന്നുകൊള്ളണം, അല്ലെങ്കിൽ അനുകൂലമായി നിങ്ങൾ വോട്ട് ചെയ്തു കൊള്ളണം. രണ്ടാമത്തെ ഓപ്ഷനാണത്. മൂന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഡെസ്കിൽ എണീറ്റ് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിമർശനങ്ങൾ ഉന്നയിക്കാം. നിങ്ങൾക്കതിന് വിയോജിപ്പ് രേഖപ്പെടുത്തി വോട്ട് ചെയ്യാം. ഈ 3 അവസരങ്ങൾ. പക്ഷേ മൂന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വരുന്ന PROമാർ ഒരു വാറോലയുമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷ എംപിമാർ നടപ്പിലാക്കിയ മനുഷ്യത്വവും ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ പ്രവർത്തനങ്ങളും ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സുമായിട്ട് വരുന്ന PROമാർ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും പ്രതിപക്ഷ എംപിമാരെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് കളിച്ചുകൊണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, മുത്തലാഖ് ബില്ലിന്റെ ഓർഡിനൻസ് ചർച്ച നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നിങ്ങൾ ചില എംപിമാരെ പങ്കെടുക്കാത്തത് നിങ്ങൾ കണ്ടില്ലേ? സാങ്കേതികത്വം പറഞ്ഞത് കല്യാണത്തിന്റെ സൽക്കാരത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സുപ്രധാനമായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഒരു പ്രതിനിധി ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് സുഹൃത്തിന്റെ കല്യാണത്തിന്റെ വിരുന്നിന്റെ സാങ്കേതികത്വം പറഞ്ഞതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ മനസ്സിലാക്കുക, സുഹൃത്തിന്റെ കല്യാണത്തിന്റെ സദ്യയോടുള്ള അതിനോടുള്ള അഭിരുചി കൊണ്ടോ അതിനോടുള്ള അഭേദ്യമായ ബന്ധം കൊണ്ടോ അല്ല. എന്റെ ഓഫീസിൽ ഇന്നലെ വന്ന PRO കൊടുത്ത ആദ്യത്തെ ഓപ്ഷൻ തെരഞ്ഞെടുത്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. വളരെ സുപ്രധാനമായിട്ട് ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന 2 എംപിമാർ പറഞ്ഞ കാരണം എന്താണെന്നറിയോ? കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഡൽഹി എയർപോർട്ടിലേക്ക് പോകാൻ ഫ്ലൈറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് കേരളത്തിലെ എംപിമാർ പറഞ്ഞത്. അതിന്റെ സാങ്കേതികത്വം ഫ്ലൈറ്റിന്റെ സാങ്കേതികത്വമല്ല, തലേ ദിവസം വന്ന PROമാർ കൊടുത്ത ആ ആദ്യത്തെ ഓപ്ഷൻ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾക്ക് എത്ര പ്രതിപക്ഷ എംപിമാരെ കാണാം? ആ പ്രതിപക്ഷ എംപിമാരുടെ വോട്ട് ബാങ്ക് ഇന്ത്യയുടെ ഭരണഘടനാ ബില്ലിന് പ്രതികൂലമായിട്ട് രേഖപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിശോധിക്കാട്ടോ. ഇന്ത്യയുടെ പാർലമെന്റിൽ നടന്ന സുപ്രധാനമായ ഓർഡിനൻസുകൾ പ്രതിപക്ഷം രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം എത്രയാണെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ എണ്ണത്തിനനുസരിച്ച് വോട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നലകളിൽ വന്ന PROമാർ കൊടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഞാൻ ചുരുക്ക ഭാഷയിൽ പറഞ്ഞു വന്നത്, ഇന്ത്യയുടെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ട, ഇന്ത്യയുടെ ഭരണഘടനയുടെ നാവാകേണ്ട, ഇന്ത്യയുടെ ഭരണഘടനയുടെ സംരക്ഷകരാകേണ്ട ഇന്ത്യൻ പാർലമെന്റ് എംപിമാർ പോലും സംഘപരിവാരത്തിന്റെ കണ്ണുരുട്ടലിന്, അമിത്ഷായുടെ കണ്ണുരുട്ടലിന്, നരേന്ദ്രമോദിയുടെ കണ്ണുരുട്ടലിന്, അജിത് ഡോവലിന്റെ കണ്ണുരുട്ടലിന് വടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ഒരു പൊതുബോധം? ഏത് ഏകാധിപതികളും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു രാജ്യത്തെ ഭരിക്കാൻ അവർ ചില സിംബലുകൾ കൊണ്ടുവരലുണ്ട്, ചില പ്രശ്നക്കാരോട് ഉയർത്തി കാണിക്കലുണ്ട്. ആരാണ് ഇന്ത്യയിലെ ഇന്നത്തെ പ്രശ്നക്കാർ? അങ്കനവാടിയിൽ വാട്ടർ പോകുമ്പോൾ പേടി പോകുന്ന നിങ്ങളുടെ ചുടുചോര മാറാത്ത ചോര പൈതലിനോട് ചോദിക്ക്, ആരാണ് ഇന്ത്യയിലെ പ്രശ്നക്കാർ?
ഇന്ത്യയുടെ ഭരണകൂടം ഒരു പ്രശ്നക്കാരെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് RSSന്റെ വിചാരധാര പരിചയപ്പെടുത്തിയ അവരുടെ ഒന്നാമത്തെ ശത്രുവായ ഇന്ത്യയുടെ മുസ്ലിങ്ങളാണ്. ഇന്ത്യയുടെ മുസ്ലിങ്ങളെ ഇവിടെ സംഘപരിവാരം ഒരു പ്രശ്നക്കാരാക്കി നിർത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട പക്ഷമനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ സംഘപരിവാരം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മാത്രം ഒരു പ്രശ്നക്കാരായ ഒരു പ്രത്യയശാസ്ത്രമല്ല. ഞാൻ നേരത്തെ ഒരുപാട് പേരുകൾ പരാമർശിച്ചല്ലോ. അവർ മുസ്ലിങ്ങളായത് കൊണ്ടാണോ സംഘപരിവാരം അവരെ വേട്ടയാടിയത്? അതല്ല. ഇന്ത്യയിലെ സംഘപരിവാരം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടെ മനുവാദ താല്പര്യം, അവരുടെ സംഘപരിവാര താല്പര്യം രാജ്യത്ത് നടപ്പിലാക്കാൻ ഒരു പ്രശ്നക്കാരെ ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ പ്രശ്നക്കാരെ ഉണ്ടാക്കുന്നിടത്ത് സംഘപരിവാരം വിജയിച്ചു എന്ന് വളരെ പച്ചയായി ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ലേ? എന്തൊക്കെയാണ് ഈ രാജ്യത്ത് കൊട്ടിഘോഷിച്ച പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാലോ. ലവ് ജിഹാദ് കേരളത്തിൽ ഇന്നും അന്വേഷിച്ചാൽ എത്താൻ കഴിയാത്ത ഒരു ചരിത്ര വിചിന്തനമായിരിക്കുന്ന ഒരു അന്വേഷണ സംവിധാനമാണ് ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ്. നിങ്ങൾക്കറിയാലോ ഇവിടെ നാർക്കോട്ടിക് ജിഹാദ്. എത്രയെത്ര ജിഹാദുകളുടെ കഥകളാണ് നമ്മൾ കേട്ടത്. ലവ് ജിഹാദ് കഴിയുമ്പോ നാർക്കോട്ടിക് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, അവസാനം കൊറോണ ജിഹാദ് വരെ കേൾക്കേണ്ടി വന്നു. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇത് സംഘപരിവാരത്തിന്റെ വെറുപ്പിന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുത്ത ചില പൊതുബോധമാണ്. ആ പൊതുബോധത്തെ ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? വർത്തമാന ഇന്ത്യയില് സംഘപരിവാരം. ഇന്ത്യ രാജ്യത്ത് ലവ് ജിഹാദ് പറയുന്നതിന്റെ താല്പര്യം നമുക്ക് മനസ്സിലാകും. നാർക്കോട്ടിക് ജിഹാദ് പറയുന്നതിന്റെ താല്പര്യം നമുക്ക് മനസ്സിലാകും. ലാൻഡ് ജിഹാദും തുപ്പൽ ജിഹാദും പറയുന്നതിന്റെ താല്പര്യം നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇതെല്ലാം പറയുന്നത് മലയാളത്തിലാണെന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സംഘപരിവാരത്തോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പക്ഷമായി ഇന്ത്യയിലെ കമ്മ്യൂണിസം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചില ഇസങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് മോഡിസമാണ്, മറ്റൊരു ഇസത്ത് പിണറായിസമാണ്. ഇസങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇസത്തിനനുസരിച്ചുകൊണ്ട് വാലാട്ടിപ്പട്ടികളായി അനുയായികൾ സിന്ദാബാദ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗതികെട്ട രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാടും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ K. സുരേന്ദ്രന്റെ ഏതെങ്കിലും പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അടുത്ത കാലത്ത് നിങ്ങൾ BJPയുടെ പ്രസിഡന്റ് ഏതെങ്കിലും ഒരു ചാനലിൽ വന്നിരുന്നിട്ട് പരസ്യമായ ഒരു പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അടിക്കടി പത്രസമ്മേളനം നടത്തുന്ന, മീഡിയക്ക് ബൈറ്റ് കൊടുക്കുന്ന, മീഡിയക്ക് മുമ്പിൽ വരുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുറച്ച് മാസങ്ങളായി നിങ്ങൾ കാണുന്നുണ്ടോ? എന്തേ കാണാത്തതെന്നറിയോ? BJPയെ പോലും നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷം ഇവിടെയുണ്ട്. BJPയുടെ രാഷ്ട്രീയത്തിന് അപ്രസക്തമാക്കുന്ന രീതിയിൽ അതിനേക്കാൾ വലിയ ഹിന്ദുത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന, അതിനെ പോലും മത്സരിക്കുന്ന, മുസ്ലിം വിരുദ്ധമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാർ തന്നെ മുൻകൈയെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷണത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷമെന്നാൽ CPIM നമ്മളൊക്കെ മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. നമ്മളൊക്കെ സാധാരണ പറയലുണ്ട് കടലും കടലാടിയും തമ്മിലുള്ള അന്തരം. ഒരു കാലത്ത് CPM ഒക്കെ പറഞ്ഞിരുന്നത്, BJPയും CPM ഒക്കെ പറയുന്നത് കടലും കടലാണ്ടിയും തമ്മിലുള്ള അന്തരമുണ്ട് എന്നൊക്കെയാണ്. കാരണം അവരുടെ സെമിനാറുകളില്, അവരുടെ സിംബോസിയങ്ങളില് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സംഘപരിവാരത്തിനെതിരെ അതിശക്തമായി സംസാരിക്കുകയും അതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് സ്വയം പറയുകയും ചെയ്യുന്നവരാണ്. നിങ്ങളുടെ MLA അടക്കം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ വലിയ വലിയ സംഘപരിവാര വിരുദ്ധ പോസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഇടതുപക്ഷക്കാർ. ഇതൊക്കെയാണ് നമ്മൾ ഇടതുപക്ഷത്തെ മനസ്സിലാക്കിയിരുന്നത്. ഈ നാട്ടിൽ നിഷ്പക്ഷമതികളായ സാധാരണക്കാരനും ഇടതുപക്ഷത്തെ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിരുന്നത്. ഇന്ത്യ രാജ്യത്ത് മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, അതാണ് ഇടതുപക്ഷം. മറ്റൊന്നുകൊണ്ടുമല്ല. അവരുടെ വിപ്ലവകരമായ ഗാനങ്ങള് അതിനോട് ഏറ്റവും ഓരം ചേർന്നിരിക്കുന്ന, ഒത്തുനിൽക്കുന്നതാണെന്ന് സാധാരണക്കാർ കേട്ട് ശീലിച്ചതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ കൊയ്യുന്ന വയലെല്ലാം നിങ്ങളുടേതാണ് പൈങ്കിളിയെ എന്ന മനുഷ്യന്റെ മുദ്രാവാക്യം വിളിച്ചിരുന്ന ഒരു ഇടതുപക്ഷം ഉണ്ടായിരുന്നു. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. ഏതോ മതക്കാരൻ എന്നല്ല പ്രശ്നം, എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം. ഇടതുപക്ഷമേ, ഈ വർത്തമാന കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എണീറ്റ് നിന്നുകൊണ്ട് നിങ്ങൾക്ക് നട്ടല്ല നിവർത്തി നെഞ്ചത്ത് കൈവച്ച് പാടാൻ കഴിയുമോ? മതമല്ല പ്രശ്നം എന്ന് ശ്രമിക്കുന്ന DYFI-കാരനോട്, ആത്മാഭിമാനമുള്ള SFI-കാരനോട്, ഇടതുപക്ഷ സുഹൃത്തെ ഞാനൊന്ന് ചോദിക്കട്ടെ. പിണറായിസം അടക്കി வாழ்ന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വന്ന് നെഞ്ചത്ത് കൈവച്ച്
വെച്ച് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. ഏതോ മതക്കാരനെന്ന് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നമെന്ന് ഇന്ത്യയിലെ പിന്നോക്ക രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്ത് നിങ്ങൾക്ക് വർത്തമാന കാലഘട്ടത്തിൽ ചെങ്കൊടി പിടിച്ച് ഈ പിണറായി കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പാടാൻ കഴിയുമോ? ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പാടാം. മതമാണ് പ്രശ്നം, പൂനൂൽ ധരിച്ച സംഘബ്രാഹ്മണിസമാണ് പ്രശ്നമെന്ന് വർത്തമാന കേരളത്തിലെ ഇടതുപക്ഷം പാടേണ്ട ഗതികേടിലേക്ക് ഈ കേരള രാഷ്ട്രീയത്തെ ചെന്നെത്തിച്ചു നിൽക്കുകയാണ്. നമ്മൾ പറയലുണ്ടല്ലോ, ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലേക്ക് സംഘപരിവാരത്തെ കൈപ്പിടിച്ചുയർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ 2024 2025 രാഷ്ട്രീയ സാഹചര്യങ്ങള് വിലയിരുത്തപ്പെടുമ്പോ പിണറായിസം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തില് അധികാര കസാരയിലേക്ക് BJPക്ക് വഴിവെട്ടിക്കൊടുക്കാൻ, BJPക്ക് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യനെ അങ്ങ് അടിവെച്ച് കയറ്റിവിടാൻ, വരാനിരിക്കുന്ന നിയമസഭയിലേക്ക്, കേരളത്തിന്റെ നിയമസഭാ നിർമ്മാണ മണ്ഡലത്തിലേക്ക് BJPയുടെ താമരയെ ആഞ്ഞു വിളിക്കാനുള്ള ഒരു പ്രത്യയശാസ്ത്രമായിട്ട് വർത്തമാന കേരളത്തിലെ ഇടതുപക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങളൊരു വിമർശനം ഇവിടെ ഉയർത്തിവിടുമ്പോ ഈ നാട്ടിലെ ലോക്കൽ കമ്മിറ്റിക്ക് അത് ഏറ്റെടുത്തുകൊണ്ട് അതല്ല എന്ന് അങ്ങാടിയിൽ വിശദീകരിക്കാൻ, വിശകലനം ചെയ്യാൻ തന്റെ ഇടമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ലവ് ജിഹാദ് ചർച്ച ചെയ്തത് എവിടെയാണെന്നറിയോ? ലവ് ജിഹാദ് ചർച്ച ചെയ്തത് കേരളത്തിലാണ് കേട്ടോ. ഉത്തർപ്രദേശില് യോഗി ആദിത്യനാഥ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ ഒരു മുഖ്യമന്ത്രി അടക്കി വാങ്ങുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ നിയമസഭയിൽ ഒരു അമെൻഡ്മെന്റിലൂടെ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്, മതപരിവർത്തന നിയമം. ആ മതപരിവർത്തന നിയമത്തിന്റെ റഫറൻസ് ഏതാണെന്നറിയോ? ഇടതുപക്ഷമേ, നിങ്ങൾക്ക് VS അച്യുതാനന്ദൻ എന്നൊരു മനുഷ്യൻ ഈ കേരളത്തിൽ ജീവിച്ചിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇടതുപക്ഷത്തിന്റെ ഇറ്റില്ലവും പോറ്റില്ലവും എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. ഞങ്ങൾ പറയുന്നു, ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ ഒരു ഇടതുപക്ഷക്കാരനായ VS അച്യുതാനന്ദന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോ 20 വർഷത്തിന്റെ അകം കേരളം ഒരു ഇസ്ലാമിക് രാഷ്ട്രമാകുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വളരെ നിരുത്തരവാദിത്വപരമായ പ്രസ്താവനയെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് UP-യിൽ ഒരു നിയമം പാസാക്കുന്നത്. അതേ VS അച്യുതാനന്ദന്റെ അപകടകരമായ പ്രസ്താവനകള് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തില് സംഘപരിവാരം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇടതുപക്ഷമേ ഈ മലയാളക്കരയിൽ നിന്ന് പോയതാണെന്ന് നിങ്ങളോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ലവ് ജിഹാദിന്റെ കഥകള് കേരളത്തിന്റെ മണ്ണിൽ വരുമ്പോ VS അച്യുതാനന്ദൻ കഴിഞ്ഞ് പിണറായി മുഖ്യമന്ത്രിയായി കടന്നു വന്നപ്പോഴും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങള് സംഘപരിവാര താല്പര്യത്തിനനുസൃതമായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം, അതിനെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അത് അപകടമാണെന്ന് തിരിച്ചറിവുള്ള പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ എണീറ്റ് നിന്നുകൊണ്ട് ഈ കേരളത്തിൽ നടന്ന ലവ് ജിഹാദിന്റെ കഥകളെ കുറിച്ച് അന്വേഷിച്ചിട്ട് അങ്ങനെ ആഭ്യന്തര വകുപ്പിന് അത്തരം ഒരു ലവ് ജിഹാദിന്റെ കഥകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടും ഇന്നും ചൂടുള്ള വാർത്തക്ക് ഇടം പിടിക്കുന്ന തരത്തില് ലവ് ജിഹാദ് നമ്മുടെ നാട്ടിൽ ആഘോഷിക്കപ്പെടുമ്പോ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് മാറി നിൽക്കാൻ കഴിയും? നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു ജിഹാദിന്റെ കഥ പൊട്ടിപ്പുറപ്പെട്ടത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നിന്നല്ല, നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഗുജറാത്തിന്റെ മണ്ണിൽ നിന്നല്ല, BJPക്ക് അവസരോചിതമായ അധികാരത്തിൽ ഇടമെടുത്ത തൊട്ടടുത്ത കർണാടകയുടെ മണ്ണിൽ നിന്നല്ല. എക്കാലത്തും സംഘപരിവാരത്തെയും ഫാസിസ്റ്റ് വിരുദ്ധതയെയും മനുഷ്യത്വമില്ലായ്മയെയും തൊട്ടുതീണ്ടാതെ മാറ്റി നിർത്തിയ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് നാർക്കോട്ടിക് ജിഹാദ് പറയുന്നത്. ഒരു വിവരമില്ലാത്തവന്റെ ഒരു പ്രസ്താവനയായി കാണേണ്ടതിന് പകരം അതിന് ചൂടുള്ള വാർത്തയായിട്ട് കേരളത്തിൽ ഒരു വാർത്ത പിടിക്കുകയാണ്. അത് മാത്രമാണോ ഉണ്ടായത്? കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുമ്പോ ഈ നാട്ടിൽ ലഹരി പദാർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇവിടെ ഒരു ജിഹാദ് നടത്തുന്നു എന്ന് ഒരു മനുഷ്യൻ പറയുമ്പോ ഒരു രാജ്യത്തിന്റെ ഭരണകൂടം എന്താ ചെയ്യേണ്ടത്? അതിനെ ചങ്ങലക്കിടാനുള്ള ശ്രമമല്ലേ നടത്തേണ്ടത്? അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയല്ലേ വേണ്ടത്? നിരുത്തരവാദിത്വപരമായ പ്രസ്താവന നടത്തിയപ്പോ അതിൽ വേദന അനുഭവിച്ച ഒരു പൗര സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയല്ലേ ഒരു ഭരണകൂടം വേണ്ടത്? പക്ഷേ
ഇടതുപക്ഷം എന്താണ് ചെയ്തതെന്നറിയോ? അത് പറഞ്ഞ അത്തരം ഒരു പ്രസ്താവന നടത്തിയ മനുഷ്യന്റെ വീട്ടിലേക്ക് അന്നത്തെ സായം സന്ധിയിൽ വാസ്തവം എന്ന് പറയുന്ന CPM-ന്റെ ഒരു മന്ത്രി കടന്നു ചെല്ലുകയാണ് സമാശ്വസിപ്പിക്കാൻ. നിങ്ങളുടെ പ്രസ്താവന കഴിഞ്ഞ 2-3 മണിക്കൂറുകൾ മാധ്യമങ്ങൾ കടിച്ചു ചീറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ താങ്കൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയാൻ വേട്ടക്കാരന്റെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാർ ഇടതുപക്ഷമായി മാറുമ്പോ സംഘപരിവാര ഫാക്ടറിയിൽ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന അബദ്ധജടിലമായ ഭരണഘടനാ വിരുദ്ധപരമായ മനുഷ്യത്വ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ കയ്യാമ വെക്കേണ്ടതിന് പകരം അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ജനപ്രതിനിധികളെയും ഭരണകൂടത്തെയും നമ്മൾ ഈ കേരളത്തിൽ മലയാള മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്താ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? ഈ നാട്ടുകാരെന്ത് മനസ്സിലാക്കണം ഇതിലൂടെ? ലാൻഡ് ജിഹാദിന്റെ കഥകൾ വന്നത് എവിടെന്നാ? കേരളത്തിൽ നിന്നാണ്. തുപ്പൽ ജിഹാദ് പറഞ്ഞതാരാ? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. കയ്യാമ വെക്കാൻ, നടപടി സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന്റെ പോലീസ് സംവിധാനത്തിന് കഴിയോ? BJP-ക്കെതിരെ വല്ലതും പറഞ്ഞാൽ, സംഘപരിവാരത്തിനും നരേന്ദ്രമോദിക്കുമെതിരെ ഫേസ്ബുക്കിൽ 2 കമന്റ് ഇട്ടാൽ അവൻ ഗൾഫിൽ കിടക്കുന്നവരാണെങ്കിലും അവനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ തന്റെ ഇടം കാണിക്കുന്ന ആഭ്യന്തര വകുപ്പ് എവിടെ പോയി? ഈ എളിയമനടക്കം BJP-യെ എതിർത്ത് സംസാരിച്ചതിന്റെ പേരിൽ, സംഘപരിവാരത്തെ എതിർത്ത് സംസാരിച്ചതിന്റെ പേരിൽ 153 രാജ്യദ്രോഹ കുറ്റങ്ങൾ ചാർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പോലീസിന് അതിന് വലിയ തുടുക്കമാണ്. പക്ഷേ വളരെ അപകടകരമായി ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും മനുഷ്യത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടിൽ വർഗീയ ധ്രുവീകരണം നടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ കമ എന്നൊരക്ഷരം മിണ്ടാനോ ഭരണകൂടത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോല ചലിക്കുന്നതോ നമ്മൾ കാണുന്നില്ല. ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ആധുനിക രാഷ്ട്രങ്ങള് കോവിഡ് എന്ന് പറയുന്നൊരു മഹാമാരി കടന്നു വന്നപ്പോ അതിന്റെ മുമ്പില് നിസ്സഹായരായി നിൽക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. ഒരു കോവിഡാനന്തര ഇന്ത്യയുണ്ട് എന്ന് നമ്മൾ പറയുന്നത് ആശങ്കയുടെ ദിനങ്ങൾ സമ്മാനിച്ച ഒരു വൈറസ് ആയിരുന്നു കോവിഡ്. ഇന്നും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നാട്. അവിടെ പോലും വർഗീയ ധ്രുവീകരണം നടത്താൻ സംഘപരിവാരത്തിന്റെ വെറുപ്പിന്റെ ഫാക്ടറി ശ്രമിച്ചപ്പോ നിങ്ങൾ കേട്ടില്ലേ? ഈ രാജ്യത്തായിരുന്നല്ലോ കൊറോണ ജിഹാദ് ചർച്ചയായത്. എന്താ കൊറോണ ജിഹാദിന്റെ ചേതോ വികാരം എന്നറിയോ? ഡൽഹിയിലെ തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു സമ്മേളനം നടന്നിരുന്നു. ആ സമ്മേളനമാണത്രേ ഇന്ത്യ രാജ്യത്തുടനീളം കോവിഡ് പരത്തിയത് എന്ന് ഒരു വിവരം കെട്ടവൻ പറഞ്ഞപ്പോ അതിന് കയ്യാമ വെക്കാൻ, അതിനെതിരെ നടപടി സ്വീകരിക്കാൻ തന്റെ ഇടം കാണിക്കേണ്ട ഈ രാജ്യത്തിന്റെ ഭരണകൂടം ചെയ്തത് എന്താണെന്നറിയോ? ഈ രാജ്യത്തെ ഏറ്റവും അഗ്രസീവുള്ള വാർത്തയായി, ഈ രാജ്യത്തെ ഏറ്റവും പ്രാധാന്യമുള്ള വാർത്തയായി ആ വാർത്ത മാറ്റാനാണ് ശ്രമിച്ചത്. ഈ രാജ്യത്ത് സംഘപരിവാരത്തിന്റെ വെറുപ്പിന്റെ ഫാക്ടറിയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വാർത്തകൾക്കും പ്രാധാന്യമുള്ള വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നിങ്ങൾക്കറിയാലോ, PC ജോർജ് വളരെ അപകടകരമായി കൊണ്ട് ഒരു പ്രസ്താവന നടത്തിയല്ലോ. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് PC ജോർജ് എന്ന നിറകെട്ട 4ാം കിട രാഷ്ട്രീയക്കാരൻ വിളിച്ചു പറഞ്ഞപ്പോ കയ്യാമ വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ ഈ രാജ്യത്തിലെ പോലീസ് സംവിധാനത്തിന് എന്തായിരുന്നു തടസ്സം? ആ സമയത്താണല്ലോ കേരള പോലീസിന്റെ ജാഗ്രത നമ്മൾ കണ്ടത്. ഒരു സിനിമ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന്റെ ദുരനുഭവത്തിൽ ഉണ്ടായ ചില സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് ഒരു പരാതിപ്പെട്ടപ്പോ 24 മണിക്കൂർ പോലും തികയുന്നതിന്റെ മുമ്പ് കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് അങ്ങ് എറണാകുളത്തെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോഴേക്ക് അങ്ങ് വയനാടിന്റെ മലഞ്ചെരുവിലെ മാനന്തവാടിയിലെ റിസോർട്ടിൽ കിടന്നിരുന്ന ഒരു വ്യവസായിക മുതലാളിയെ കയ്യാമ വെച്ച് അറസ്റ്റ് ചെയ്യാൻ ജാഗ്രതയുള്ള തന്റെ ഇടവും കഴിവും തെളിയിച്ച കേരള പോലീസ്, ആ പോലീസിന്റെ സംവിധാനം നിലനിൽക്കുമ്പോഴാണ് PC ജോർജ് എന്ന് പറയുന്ന ഒരു നിറകെട്ട വർഗീയവാദി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തീർത്തും ദുരുദ്ദേശം വെച്ചുകൊണ്ട് മുസ്ലിം വിദ്വേഷം പടർത്താൻ, മുസ്ലിം സൗഹൃദങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ പരസ്പര വിള്ളലുകളും വിഭജനങ്ങളും തീർക്കുക എന്ന തീർത്തും പച്ചയായ ദുരുദ്ദേശത്തോടു കൂടിയിട്ട് പിണറായി വിജയ താങ്കൾ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മണ്ണിൽ മലയാളത്തിൽ PC
ജോർജ് വർഗീയത പറഞ്ഞപ്പോ അതിന്റെ മുമ്പിൽ മൗനം ഭുജിച്ച പിണറായി സത്തിന്റെ താല്പര്യം ഞങ്ങൾ ഈ അങ്ങാടിയിൽ ചർച്ചയാക്കുകയാണ്. അങ്ങനെ ചർച്ചയാക്കുമ്പോ ആരാണ് പിണറായി എന്ന് കൂടി ഈ നാട് മനസ്സിലാക്കണം. ആരാണ് പിണറായി എന്ന് ഈ നാട് മനസ്സിലാക്കണം. CPM-ന്റെ ലോക്കൽ സമ്മേളനങ്ങളിലെ മധുഹ് പാട്ടുകളില്, CPM-ന്റെ സംസ്ഥാന സമ്മേളനങ്ങളിലെ മധുഹ് പാട്ടുകളിൽ അവസാനം നിയമസഭയിലും മധുഹ് ഗാനങ്ങളുടെ മധുഹ് പാട്ടുകളുടെ അകമ്പടിയും ആരവങ്ങളും തീർത്ത ഒരു പിണറായി അല്ല ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അത് ഉണ്ടാക്കി വെച്ച ഒരു പ്രതിമ മാത്രമാണ് ഇന്ത്യയിലെ പിണറായി. നിങ്ങൾ മനസ്സിലാക്കണം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന കസാരയിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടം പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ആ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലഘട്ടം മനസ്സിലാക്കുമ്പോ അദ്ദേഹത്തിന്റെ വാരിയല്ലുകളെ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വർഗീയവാദിയായ ഒരു പിണറായി സത്ത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കറിയാം, കോഴിക്കോടും മാറാട് കലാപം നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജോസഫ് കമ്മീഷൻ അതിനെ കുറിച്ച് നീണ്ട അന്വേഷണം നടത്തിയിട്ട് അതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ ഇന്ന് ആരുടെയും മൊബൈലുകളിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ആ കാലഘട്ടത്തിൽ ഒരു പിണറായി എന്നൊരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു. ആ പാർട്ടി സെക്രട്ടറി ആ കലാപം നടക്കുമ്പോ ആദ്യമായി മീഡിയകളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടിയുടെ നേതാവ് പറഞ്ഞത്, മാറാട് കലാപത്തിന്റെ പുറകിൽ മുസ്ലിം തീവ്രവാദികളാണെന്ന് പറഞ്ഞ കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണെന്ന് ഈ അങ്ങാടിയിലെ മനുഷ്യരോട് ഞങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. TJ ജോസഫ് എന്ന ഒരു നെറികെട്ട ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അധ്യാപകനെന്നൊന്നും വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ, ഈ നാട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. കാരണം ഞാനൊക്കെ വിശ്വസിക്കുന്നത് മാതാ പിതാ ഗുരു ദൈവമെന്നാണ്. മാതാവ് പിതാവിലേക്കും പിതാവ് ഗുരുവിലേക്കും ഗുരു ദൈവത്തിലേക്കും വഴി കാണിച്ചു തരുന്ന ഉദാത്തമായ ഒരു സംവിധാനമാണ്. അവരെ വിളിക്കുന്ന പേരാണ് മാഷ്, ടീച്ചർ, അധ്യാപകൻ, ഉസ്താദ് എന്നൊക്കെ. അത്തരം സവിശേഷമായിരിക്കുന്ന ഒരു പദപ്രയോഗം ആ നെറികെട്ട TJ ജോസഫിന് ചാർത്തിക്കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ TJ ജോസഫ് തീർത്തും ദുരുദ്ദേശപരമായി കൊണ്ട് ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുകയും അതിന്റെ സംബന്ധമായി നടന്ന അനിഷ്ട സംഭവങ്ങൾക്ക് പുറകിൽ കേരളത്തിന്റെ രാഷ്ട്രീയം പകച്ചു നിൽക്കുമ്പോ ആ TJ ജോസഫ് എന്ന നെറികെട്ട അധ്യാപകന്റെ ചികിത്സാ ഫണ്ടിലേക്ക് ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുത്ത ഏക പാർട്ടി സെക്രട്ടറിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ചെങ്കൊടി പിടിച്ച് സിന്ദാബാദ് വിളിച്ച് കൈക്കാലുകൾ നഷ്ടപ്പെട്ട നൂറുകണക്കിന് സഖാക്കളുടെ വീട്ടിലേക്ക് പോകാൻ വഴിയറിയാത്ത പിണറായി വിജയൻ പൊന്നാനി നിയോജക മണ്ഡലത്തെ ചോപ്പിക്കാൻ കാലില്ലാത്ത അബ്ദുൽ നാസർ മദനിയെ ആവോളം ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് നയാ പൈസ കൊടുക്കാത്ത പിണറായി വിജയൻ TJ ജോസഫ് എന്ന നെറികെട്ട അധ്യാപകന്റെ ചികിത്സാ ഫണ്ടിലേക്ക് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോ കൊണ്ടുപോയി കൊടുത്തതിന്റെ ചേതോവികാരം എന്തായിരുന്നെന്ന് ഈ നാട്ടിലെ പച്ചമലയാളികളായ മനുഷ്യരെ നിങ്ങൾ വിലയിരുത്തുക. എന്തായിരുന്നു പിണറായി വിജയന് TJ ജോസഫിന് ഫണ്ട് കൊടുക്കാനുണ്ടായ ചേതോവികാരം? നിങ്ങൾക്കറിയോ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു തിരുകേശ വിവാദം ഉണ്ടായിരുന്നു. തീർത്തും മുസ്ലിം മതസംഘടനകൾക്കിടയിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ഞാൻ അതിന്റെ അഭിപ്രായ വ്യത്യാസത്തിലേക്കല്ല പോകുന്നത്. മുസ്ലിം സംഘടനകൾക്കിടയിൽ അവരുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തന്നെ ഏകീകൃതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും. പക്ഷേ അവിടെ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി അഭിപ്രായം പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾക്ക് കാണാം. മുസ്ലിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ ഭിന്നതയിൽ നിൽക്കുമ്പോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ആ വിശ്വാസികളുടെ മനം വേദനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ട്. ആ പാർട്ടി സെക്രട്ടറിയുടെ പേര് പിണറായി വിജയൻ. എന്താ തിരികേശ വിവാദ സംഗതികൾ അരങ്ങു തകർത്തുകൊണ്ടിരിക്കുമ്പോ അത് തീർത്തും പ്രവാചകന്റെ ബോഡി വേസ്റ്റ് ആണെന്ന അപകടകരമായ അന്യർത്ഥമായ പ്രസ്താവന നടത്തിയ ഒരു പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. ഈ പിണറായി വിജയനെ നിങ്ങൾക്കറിയോ? കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എക്കാലത്തും മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കാൻ മുമ്പിൽ നിന്നിരുന്ന ഒരു പാർട്ടി സെക്രട്ടറിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന
കൊണ്ടിരിക്കുന്ന, മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാര തൽപര കക്ഷികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ട് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല? അങ്ങനെ കഴിവ് തെളിയിച്ചിട്ടുണ്ടല്ലോ കേരളത്തിന്റെ രാഷ്ട്രീയത്തില്. മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ, ഒരു ചുടുബാല്യം മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരില് അവന്റെ വീട്ടിൽ പോയി വാപ്പാൻ അറസ്റ്റ് ചെയ്തു. ആ മുദ്രാവാക്യം വിളിച്ചപ്പോ അതിന്റെ പ്രോഗ്രാമിന്റെ കൺവീനറെ, സംഘാടകരെ സർവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരള പോലീസ്. കേരള പോലീസിന് ഇതൊന്നും അറിയാഞ്ഞിട്ടൊന്നല്ല, അതൊക്കെ ഒരുപാട് അവർ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്, ഇങ്ങനെ കുറെ പ്രസ്താവനകൾ നടന്നിട്ടുണ്ട്, അതിനെതിരെ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നും അതിന്റെ കുരുക്കുലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. NRC CAA സമരത്തിന്റെ ഒരു കാലഘട്ടം നിങ്ങൾക്കറിയാലോ. BJP-ക്കാരൻ പൊതുയോഗം നടത്തുമ്പോ ആ പൊതുയോഗം നടത്തുന്ന അങ്ങാടിയിൽ ഞാൻ കാശ് കൊടുത്ത്, ഞാൻ സാലറി കൊടുത്ത്, ഞാൻ എന്റെ കുടുംബ ജീവിതത്തിന്, എന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഞാൻ തുടങ്ങിയ കട, ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാടകയിൽ ഞാൻ എഗ്രിമെന്റ് ചെയ്ത എന്റെ കടയടച്ച് വീട്ടിൽ പോയപ്പോ BJP-ക്കാരന്റെ പൊതുയോഗം കേൾക്കാതെ കടയടച്ച് വീട്ടിൽ പോയതിന്റെ പേരിൽ കേസെടുത്ത ചരിത്രം ഈ കേരളത്തിനില്ലേ? ഈ കേരളത്തിന് പറയാനില്ലേ? BJP-ക്കാരന്റെ അപ്രസക്തമായ വർഗീയ നിലപാടുകൾ കേൾക്കാൻ താല്പര്യമില്ല എന്ന് ശ്രവണപുടങ്ങൾ അടച്ച് വീട്ടിലേക്ക് പോയതിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്ത കാലഘട്ടം ഈ കേരളത്തിലില്ലേ? ആരായിരുന്നു അന്നത്തെയും ആഭ്യന്തരമന്ത്രി? പിണറായി വിജയനാണല്ലോ. എന്തേ ആ പിണറായി വിജയൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ മുസ്ലിം വിദ്വേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ എന്നൊരു അക്ഷരമിണ്ടാത്തത് എന്തേ? ആയുധ പ്രദർശനം നടത്തുന്ന, ആയുധ പ്രദർശനങ്ങൾ ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാലോ. പ്രതീഷ് വിശ്വനാഥ് എല്ലാ ആയുധ പൂജകൾക്കും തന്റെ വീട്ടിലുള്ള മുഴുവൻ ആയുധങ്ങളും പരസ്യമായി കൊണ്ട് ജനങ്ങൾക്ക് കാണത്തക്ക മധ്യ വർഗീയ ദുരുദ്ദേശത്തോടുകൂടി ഫേസ്ബുക്കിൽ പ്രദർശിപ്പിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും അതൊന്ന് കോട്ട് ചെയ്തിട്ട് കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ട് ഇതിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു നോക്കൂ. അതിന് കേരള പോലീസ് തരുന്ന മറുപടി നോട്ട് ഇൻ കേരള എന്നാണ്. ഇത് കേരളത്തിലല്ല എന്നാണ് കേരള പോലീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി. ആരാ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഈ കാലഘട്ടത്തിൽ ഒരു പച്ച മനുഷ്യൻ സംശയിക്കുന്നതിൽ എന്താണ് അത്ഭുതമുള്ളത്? ഇടതുപക്ഷം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ശ്രമിക്കുന്ന പ്രബുദ്ധരായ നാട്ടുകാരോട്, ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഇടതുപക്ഷം എങ്ങോട്ടാണ് വർത്തമാന ഇന്ത്യയിൽ, വർത്തമാന കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? സംഘപരിവാര ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ, സവർണ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു പിണറായിസം ശ്രമിക്കുമ്പോ എന്തുകൊണ്ട് ആ പിണറായിസത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ ചെങ്കൊടി രാഷ്ട്രീയത്തെ മോചിപ്പിക്കാൻ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന സത്യസന്ധമായ ചോദ്യം ഞാൻ ഈ കാലഘട്ടത്തിൽ ചോദിക്കട്ടെ. പിണറായി വിജയന് മറ്റു താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം, ലാവലിൻ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടി വരും, തന്റെ മകളുടെ മരുമകന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരും. പക്ഷേ എന്തിനാണ് ഒരു സംവിധാനത്തെ, ഒരു നിലപാടിനെ ഒരു പിണറായിസത്തിൽ ഒതുക്കിക്കെട്ടാൻ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ നിന്നൊന്നും മോചിപ്പിച്ചുകൂടെ ഈ ഇടതുപക്ഷത്തെ? ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ അന്തകരല്ല കേട്ടോ. ഇടതുപക്ഷത്തിന്റെ വിമർശനങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ അന്തകരല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ സുവ്യക്തമാക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് സംഘപരിവാര വിരുദ്ധ രാഷ്ട്രീയമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് മുന്നോട്ടേക്ക് വെക്കാനുള്ളത്. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തോട് വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ, ഞങ്ങളുടെ വിമർശനങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പറയുകയാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ കോൺഗ്രസിനോട് വിയോജിപ്പിന്റെ വിമർശനമുണ്ട്, ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനോട് വിയോജിപ്പിന്റെ വിമർശനമുണ്ട്. പക്ഷേ ഞങ്ങൾ അന്ധകരായ മുസ്ലിം വിരുദ്ധരല്ല, ഞങ്ങൾ മുസ്ലിം ലീഗ് വിരുദ്ധരല്ല, ഞങ്ങൾ ഇടതുപക്ഷ വിരുദ്ധരല്ല, ഞങ്ങൾ വലതുപക്ഷ വിരുദ്ധരല്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ സുവ്യക്തമാണ്. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാര വിരുദ്ധ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. അത് അഭിമാനത്തോടെ വിളിച്ചു പറയുക മാത്രമല്ല, പ്രാവർത്തികമാക്കുന്ന രീതിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങൾ ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ സർവ്വ മേഖലകളിലും ഞങ്ങൾ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാനുഷിക പ്രശ്നങ്ങളെ ഉയർത്തിക്കാണിച്ച് ഞങ്ങൾ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ വിദ്യാഭ്യാസ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിക്കെതിരെ ഞങ്ങൾ ക്രിയാത്മകമായ സമര പോരാട്ടങ്ങൾ നടത്തുമ്പോൾ, ഞങ്ങൾ ആരോഗ്യ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിയാത്മകമായ നിലപാടുകൾക്ക് ഞങ്ങൾ അതിനുവേണ്ടി സമര പോരാട്ടം നടത്തുമ്പോൾ, ഒരു പുതിയ തലമുറയെ കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസ മേഖലകളിൽ പുതിയ പുതിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ, തൃത്താല നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഈ നാട്ടുകാരായ പ്രബുദ്ധരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കണ്ണോടിക്കുക, നിങ്ങളുടെ
കൊച്ചുമക്കൾ പഠിക്കുന്ന അക്ഷരമുറ്റത്തേക്ക്, അംഗനവാടികളിലേക്ക്, നഴ്സറികളിലേക്ക് ഒന്ന് നിങ്ങൾ കണ്ണോടിക്കുക. ഒന്ന് ആധുനികവൽക്കരിക്കാൻ, ഒന്ന് ഹൈടെക് സംവിധാനത്തിലേക്ക് അംഗനവാടികളെ കൊണ്ടുവരാൻ, ആദ്യാക്ഷരം പഠിക്കുന്ന കുഞ്ഞുമക്കളുടെ അക്ഷരമുറ്റത്ത് പോലും ഒന്ന് ആധുനികവൽക്കരിക്കാൻ ഈ സർക്കാരുകൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഇടതുപക്ഷത്തോട് ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രിക്ക് പായമിട്ടിരിക്കുന്നവൻ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളുടെ മണ്ഡലം കൈയാളിക്കൊണ്ടിരിക്കുകയല്ലേ? ചോദിക്കട്ടെ, തൃത്താല മണ്ഡലത്തിൽ പോലും വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ നാട് ഭരിക്കുന്ന ഈ നാടിന്റെ ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചോദിക്കാൻ തന്റെ ഇടമുണ്ടോ? ഇടതുപക്ഷമേ തടഞ്ഞു നിർത്തിയിട്ട് MLA കസാരയിൽ, മന്ത്രി കസാരയിൽ ആവോളം ഈ നാടിന്റെ മുഴുവൻ സുഖങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുമ്പോ ഈ നാടിന്റെ ജനസമക്ഷമായ ജനോപകാരമായ പ്രവർത്തനങ്ങൾക്ക് എന്താണ് മുൻകൈയെടുക്കുക എന്ന് അക്ഷരമുറ്റത്തെ ഒന്ന് ആധുനികവൽക്കരിക്കാൻ, നമ്മുടെ കൊച്ചുമക്കൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമെങ്കിലും ഒന്ന് ഹൈടെക് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ, അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ശുചിമുറിയെ പോലും ഒന്ന് ശുചീകരിക്കാൻ പോലും കഴിയാത്ത പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്നവരാണെന്ന് തോന്നിപ്പോകുമാറ് കുഞ്ചു കുഞ്ഞുങ്ങളുടെ അക്ഷരമുറ്റത്ത് പോലും ഒന്ന് ഹൈടെക് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തവര് നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം മേഖലകളിൽ സമര പോരാട്ടത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിലയുറപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അവസരോചിതമായി ഇടപെടലുകളും വിമർശനങ്ങളും ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ അന്ധകരായിട്ടില്ല. ആ അന്ധകർ ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഫാഷിസത്തിനെതിരെയാണ്. ആ ഫാഷിസത്തിനോട് നോ കോംപ്രമൈസ് നിലപാടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിമർശനങ്ങൾ രേഖപ്പെടുത്തും. കാലാനുസൃതമായ രാഷ്ട്രീയ നിലപാടുകൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ടേക്ക് വെക്കും. ബൈ ഇലക്ഷൻ കടന്നു വന്നല്ലോ. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പാലക്കാട് നടന്നല്ലോ. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ നടന്നല്ലോ. ആ ബൈ ഇലക്ഷനിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ചേലക്കരയിൽ ബൈ ഇലക്ഷൻ വന്നപ്പോ കാലാനുസൃതമായ രാഷ്ട്രീയ നിലപാട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട് ബൈത്തരവ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ ഞങ്ങളും ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അവിടെ സുവ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കുക, ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരത്തിന്റെ അച്ചടി ഭാഷയാണ് ഇടതുപക്ഷമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അമിത്ഷാ വാതുറക്കുമ്പോ, നരേന്ദ്രമോദി ഒരു റാലിയെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ അഭിസംബോധന ചെയ്യുന്ന റാലിയെ തന്റെ വികസനങ്ങളെ സംസാരിക്കാൻ, താൻ ചെയ്തു വെച്ചിരിക്കുന്ന ജനോപകാര പ്രവർത്തനങ്ങളെ അഡ്രസ് ചെയ്യാനല്ല നരേന്ദ്രമോദിയും അമിത്ഷായും സമയം കണ്ടെത്തല് വർഗീയത പറയാൻ മാത്രമാണ്. ആ വർഗീയത പറയുമ്പോൾ ഒരു പ്രശ്നക്കാരെ അഡ്രസ് ചെയ്യലുണ്ട്. ആ പ്രശ്നക്കാരെ അഡ്രസ് ചെയ്യല് നരേന്ദ്രമോദിയും അമിത്ഷായും SDPI എന്ന തീവ്രവാദികളെന്ന് നിരന്തരമായി നാഴികക്ക് 40 വട്ടം അമിത്ഷാ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. NRC CAA സമരത്തിന്റെ പിറകിൽ മുസ്ലിം തീവ്രവാദികളാണ്, SDPI തീവ്രവാദികളാണെന്ന് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിൽ പോലും അമിത്ഷായും നരേന്ദ്രമോദിയും പറയുമ്പോൾ അതേ ഭാഷ കടമെടുത്ത് ഇടതുപക്ഷവും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഒരു ബൈ ഇലക്ഷൻ കടന്നു വന്നപ്പോ പാലക്കാടിന്റെ രാഷ്ട്രീയത്തില് പിണറായി വിജയൻ വന്ന് പറയുന്നതും കേരളത്തിൽ തുടർഭരണം കിട്ടിയിട്ടും ഈ നാട്ടിൽ നടത്തിയ ജനോപകാര വികസനത്തെ കുറിച്ചിട്ട് പറയാനല്ല, അവിടെയും മുസ്ലിം വിരുദ്ധത പറയാൻ സമയം കണ്ടെത്തുകയാണ് ഇടതുപക്ഷം. എന്തായിരുന്നു ചാനലുകളിൽ ചർച്ച? ഇലക്ഷൻ റിസൾട്ട് വന്നു. ആ റിസൾട്ടില് വളരെ പ്രഹരമേറുന്ന രീതിയിലുള്ള തിരിച്ചടി കിട്ടിയ ഇടതുപക്ഷം തനിക്ക് കിട്ടിയ പ്രഹരത്തെ കുറിച്ച് അന്വേഷിക്കേണ്ടതിന് പകരം കിട്ടുന്ന ചാനലുകളിൽ വന്നിരുന്നിട്ട് SDPIയുടെ മുകളിൽ കയറാൻ, SDPIയെ വിമർശിക്കാൻ, അതിന്റെ തീവ്രവാദത്തെ, അതിന്റെ ഭീകരവാദത്തെ അന്വേഷിക്കാനായിരുന്നു ചാനലുകളിൽ ഇടതുപക്ഷം സമയം കണ്ടെത്തിയിരുന്നത്. എന്താ അതിന്റെ ചേതോവികാരം? ഇടതുപക്ഷം SDPIക്കെതിരെ നിരന്തരമായി കൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ചാനലുകളിൽ പാലക്കാട് പള്ളിക്ക് മുമ്പിൽ കൊടുത്ത നോട്ടീസ് വരെ ഞങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു. വലിയ അപരാധമായിട്ട് ചാനൽ വന്നിട്ട് പറഞ്ഞു തന്നറിയോ? പാലക്കാട്ടുകാരായി നിങ്ങൾക്കറിയാലോ, SDPIക്കാർ പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുമ്പോ മുസ്ലിം പള്ളികൾക്ക് മുമ്പിൽ ലഘുലേഖ വിതരണം ചെയ്തു. ഇത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോ അതിന്റെ താല്പര്യം ഞങ്ങൾക്ക് മനസ്സിലാകും. ഇടതുപക്ഷം പറയുന്നതിന്റെ താല്പര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മുസ്ലിം പള്ളി എന്ന് പറയുന്നതിന്റെ താല്പര്യം, അതിന്റെ മുമ്പിൽ SDPIക്കാർ കൊടുത്ത നോട്ടീസിന്റെ വിഷയത്തെ ഇത്രമാത്രം ഒരു ചർച്ചയാക്കുന്നതിന്റെ രാഷ്ട്രീയ താല്പര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ എതിർത്തില്ലല്ലോ. ഞങ്ങൾ അഭിമാനത്തോടെ ഇന്നും പറയുന്നു, നിങ്ങളുടെ വിമർശനങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾ പറയുന്നു, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പള്ളികളിൽ കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പറഞ്ഞ നിലപാടുകൾ സുവ്യക്തമാണ്. ഇലക്ഷൻ റിസൾട്ട് വന്നു, റിസൾട്ട് വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളും ഞങ്ങളുടെ രാഷ്ട്രീയപരമായ നിരീക്ഷണങ്ങളും
ശരിയാണെന്ന് ഞങ്ങളെ പാലക്കാടിന്റെ മണ്ണിൽ ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു. എന്താ ഞങ്ങൾ പള്ളികളിലൂടെ നിങ്ങൾ കൊടുത്ത വർഗീയപരമായി നിങ്ങൾ ഉയർത്തി കാണിച്ച നോട്ടീസിൽ ഞങ്ങൾ പരാമർശിച്ചത് എന്താണെന്നറിയോ? പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ വോട്ട് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, CPM-ന് കിട്ടിയ വോട്ട് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കോൺഗ്രസിന് കിട്ടിയ വോട്ട് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആർക്ക് പിന്തുണ കൊടുക്കണം, അതിന്റെ രാഷ്ട്രീയ താല്പര്യം എന്താണ് പാലക്കാടിന്റെ രാഷ്ട്രീയം? പാലക്കാടിന്റെ രാഷ്ട്രീയത്തിൽ സംഘപരിവാര രാഷ്ട്രീയത്തിന് ഒരു മജോറിറ്റിയുള്ള ഒരു മണ്ണായി മണ്ണ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പ്രബുദ്ധരായ നാട്ടുകാരെ, നിങ്ങൾ വഞ്ചിതരാകരുത് കേട്ടോ. നിങ്ങളുടെ ജനപക്ഷ രാഷ്ട്രീയത്തെ ഞങ്ങൾ അഡ്രസ് ചെയ്ത് ഞങ്ങൾ പറഞ്ഞു, ഇന്ത്യയിലെ സംഘപരിവാരത്തിനെതിരെ നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം. ഇതാണ് ഞങ്ങൾ നോട്ടീസിലൂടെ ഞങ്ങൾ അടയാളപ്പെടുത്തിയത്. ആ അടയാളപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് പാലക്കാടിന്റെ മണ്ണ് തെളിയിച്ചിരിക്കുകയാണ് ഇടതുപക്ഷമേ. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പാലക്കാടിന്റെ മണ്ണില് ഇടതുപക്ഷത്തിന് വേണ്ടി സിന്ദാബാദ് വിളിച്ചിട്ടില്ല എന്നതിനല്ലേ നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചത്. ഞങ്ങളെങ്ങാനും നിങ്ങളെ പിന്തുണക്കുകയായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലല്ല കേട്ടോ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങളേത് ഭാരതപ്പുഴയിൽ കൊണ്ടുപോയി കഴുകിയാലാണ് ആ പാപകറ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ ഞങ്ങൾക്ക് കഴിയുക. ഗുജറാത്തിന്റെ മണ്ണില്, ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുമ്പില് താമരയുടെ രാഷ്ട്രീയത്തിന്റെ അഹങ്കാരത്തോടുകൂടി അസമിന്റെ മണ്ണില് പച്ച മനുഷ്യരാധികാരത്തിന്റെ ധ്വംസം ഉപയോഗിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിന്റെ താമര രാഷ്ട്രീയത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുബൈർ എന്ന് പറയുന്ന ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് വിശുദ്ധമായിരിക്കുന്ന റമദാനിന്റെ ദിനരാത്രികളിൽ ദിനത്തില് അതിനിഷ്ഠൂരമായി കറുങ്കൊല ചെയ്ത പാലക്കാടിന്റെ മണ്ണില് ജയ് ശ്രീറാം വിളിക്കുന്ന സംഘപരിവാരത്തെ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് പാലക്കാടിന്റെ മണ്ണ് ജനകീയ മണ്ണാക്കുന്നതിന് വേണ്ടി പാലക്കാടിന്റെ മണ്ണിനെ ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. ആ നിലപാടുകൾ ശരിയാണെന്ന് പാലക്കാടിന്റെ മണ്ണ് തെളിയിച്ചിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് പറയുന്നതിൽ എതിർപ്പൊന്നുമില്ല. ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസിനോടുള്ള അധികമായ പ്രണയം കൊണ്ടല്ല. ഇടതുപക്ഷത്തെ ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിന്റെ നിയമസഭയിൽ ഇരിക്കുന്ന ശിവൻകുട്ടിയോട് പോയി ചോദിക്കണോ നിങ്ങൾ ആരാണ് SDPI-ക്കാരെന്ന്? BJP-ക്കാരൻ കേരളത്തിന്റെ നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് താമര വിളിച്ച് തിരിച്ച അഹങ്കാരത്തോടെ നിയമസഭയിൽ 5 വർഷം ഇരുന്നു. ആ 5 വർഷം ഇരുന്ന താമരയെ തുടർന്നും വിരിയിപ്പിക്കാൻ തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിന്റെ മണ്ണിനെ അങ്ങ് പാകപ്പെടുത്താൻ പരിശ്രമിച്ചപ്പോ അവിടെ ഇടതുപക്ഷം എന്നൊരു പക്ഷത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ചെങ്കൊടിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പിണറായി വിജയ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തോടുള്ള പ്രണയം കൊണ്ടല്ല കേട്ടോ ഞങ്ങളിത് പറയുന്നത്. തൃത്താല നിയോജക മണ്ഡലത്തിലെ ലോക്കൽ സെക്രട്ടറിയുടെ ഒരു സോഫ്റ്റ് കോർണർ കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല, MP രാജേഷിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞങ്ങളിതിവിടെ പറയുന്നത്. ഇടതുപക്ഷം നിരന്തരമായിട്ട് SDPI-ക്കെതിരെ തീവ്രവാദ ഭീകരവാദ മുദ്ര ചാർത്താൻ ശ്രമിക്കുമ്പോ അതിൽ തെറ്റുധരിക്കപ്പെട്ട പ്രബുദ്ധരായ നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറയട്ടെ. ഇടതുപക്ഷം അങ്ങ് നേമം മണ്ഡലത്തിൽ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് ഇറങ്ങിയപ്പോ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഞങ്ങളുടെ നിസ്വാർത്ഥരായ പ്രവർത്തകർ ഇടതുപക്ഷത്തിന് വേണ്ടി വീടുകൾ കയറിയിറങ്ങി മറ്റൊരു താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, കേരളത്തിന്റെ ജനാധിപത്യ മണ്ണിൽ നിന്ന് ഒരു താമര വിരിയരുതെന്ന താല്പര്യത്തോടുകൂടി പാലക്കാടിന്റെ മണ്ണിനെ മതേതരമാക്കാൻ പണിയെടുത്തതുപോലെ അങ്ങ് തിരുവനന്തപുരത്തിന്റെ നേമം മണ്ഡലത്തെ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി ഇലക്ഷൻ സ്ക്വാഡ് വർക്ക് നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങളുടെ നിലപാടുകൾ ഫേസ്ബുക്കിന്റെ ഏതെങ്കിലും ഒരു വാറോലകളിൽ മാത്രമല്ല, ഞങ്ങളുടെ നിലപാടുകൾ ഇതുപോലെ ഒരു കിട്ടുന്ന അവസരത്തിൽ 4 ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോവുകയല്ല. ഞങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രവർത്തന മണ്ഡലത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ്
ഞങ്ങൾ ഈ മാലോകരോട് വിളിച്ചു പറയുന്നത്. ഞങ്ങൾ വിമർശിക്കുന്ന മുസ്ലിം ലീഗുണ്ട്, ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനോട് വിമർശനമുണ്ട് കേട്ടോ, യോജിപ്പുണ്ട് കേട്ടോ. പക്ഷേ ആ മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കാസർഗോഡിന്റെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങ് നിയമസഭയിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ട് മഞ്ചേശ്വരം മണ്ണിനെ അങ്ങ് കാവ്യവൽക്കരിക്കാൻ വേണ്ടി പണിയെടുത്തപ്പോ ആ കാസർഗോഡിന്റെ മണ്ണിനെ കേരള രാഷ്ട്രീയത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ട് ബാങ്ക് അനലൈസ് ചെയ്യുമ്പോൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും വോട്ട് ബാങ്ക് ഉള്ള കാസർഗോഡിന്റെ മഞ്ചേശ്വരം മണ്ണില് ഞങ്ങളുടെ നിസ്വാർത്ഥരായ പ്രവർത്തകര് ഇടതുപക്ഷത്തെയും ഞങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ഇലക്ഷൻ സ്ക്വാഡ് വർക്ക് നടത്തുന്നത് മുസ്ലിം ലീഗിനോടുള്ള മുഹബത്ത് കൊണ്ടല്ല. ഞങ്ങൾ കാസർഗോഡിന്റെ മണ്ണില് താമര വിരിയാൻ ഇഷ്ടമില്ലാത്ത ഞങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് ഞങ്ങൾ അവിടെ അടയാളപ്പെടുത്തിയത്. ഞങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഞങ്ങളത് സുവ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അടയാളപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരത്തിനെതിരെ വർത്തമാനം പറയുന്നത്. അങ്ങനെ സംഘപരിവാരത്തിനെതിരെ വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് വേട്ടയാടലുകൾക്ക് വിധേയപ്പെട്ട് കടന്നു വന്നവരാണ് ഞങ്ങള്. പ്രത്യേകിച്ച് തൃത്താലയിലും പാലക്കാടും വന്ന് സംഘപരിവാരത്തിനെതിരെ വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ വേട്ടയാടലുകൾ അനുഭവിച്ച കഥകൾ പറയേണ്ടതില്ലല്ലോ. അത്രമാത്രം വേട്ടയാടലുകൾക്ക് വിധേയമായ ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് ഇന്നും ഭരണകൂട വേട്ടക്കിരയായി കൊണ്ട് കൽത്തുറങ്കിൽ കിടക്കുകയാണ്. വാർദ്ധക്യത്തിന്റെയും അർബുദത്തിന്റെയും കാർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾക്കിടയിൽ ഞങ്ങളുടെ അനുശോചനായ ഞങ്ങളുടെ ഈ പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റ് ഈ അബൂബക്കർ സാഹിബ് ഇന്നും സുപ്രീം കോടതിയുടെ നീതിപീഠം പോലും നീതി നിഷേധിക്കപ്പെട്ട് ജയിലറയിൽ കിടക്കുമ്പോ എന്തിനാണ് പ്രിയപ്പെട്ട ഈ അബൂബക്കർ ജയിലറയിൽ കിടക്കുന്നതെന്നറിയോ? ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കുമ്പോ തന്റെ കുടുംബത്തോട് സുഖകരമായി ജീവിക്കാനുള്ള സാമ്പത്തിക സൗകര്യങ്ങളുള്ളപ്പോ ഈ കാലഘട്ടത്തിന്റെ മനുഷ്യന് വേണ്ടി ഇന്ത്യയിലെ സംഘപരിവാരത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരില് അങ്ങ് തീഹാറിന്റെ ജയിലിൽ കിടക്കുമ്പോ നിങ്ങൾക്കറിയാം ഈ അബൂബക്കർ തീഹാറിന്റെ ജയിലിൽ കിടക്കുന്നത് സംഘപരിവാരത്തിനെതിരെ വർത്തമാനം പറഞ്ഞതിന്റെ പേരില്. അതുകൊണ്ട് ഞങ്ങൾ വർത്തമാനം പറയുന്നത് ഒരൽപ്പം മയപ്പെടുത്താമെന്നാണ് ഇവിടുത്തെ ഏതെങ്കിലും ഭരണകൂടം വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയട്ടെ, വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വിളിക്കുന്ന മുദ്രാവാക്യത്തിനും ഉയർത്തുന്ന വിമർശനത്തിനും ഒരൽപ്പം ശൗര്യവും മൂർച്ചവും കൂടുക എന്നല്ലാതെ സംഘപരിവാരമേ ഈ വാട്ടയാടലുകൾക്ക് ഈ കൽത്തുറങ്കുകൾക്ക് ഇതൊരു തടസ്സമാകില്ല എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ഈ പാലക്കാടിന്റെ മണ്ണിൽ ഇന്ത്യയിലെ സോഷ്യൽ ഡെമോക്രസത്തെ അഡ്രസ് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് SP അമീർ അലി ഭരണകൂട വേട്ടക്കിരയായി ഇന്നും ജയിലറയിൽ കിടക്കുന്നത് സംഘപരിവാരത്തിനെതിരെ വർത്തമാനം പറഞ്ഞു എന്നുള്ളതാണ്. സംഘപരിവാരത്തിന് വേണ്ടി ഓശാന പാടുന്ന പോലീസ് സംവിധാനങ്ങളുടെ ഉറക്കം കെടുത്തി എന്നതിന്റെ പേരിലാണ് SP അമീർ അലി അടക്കമുള്ള റൌഫ് അടക്കമുള്ളവര് ഈ രാജ്യത്തിന്റെ ഭരണകൂട വേട്ടക്കിരയായിട്ട് കിടക്കുന്നത് എങ്കിൽ ഞങ്ങൾ പറയട്ടെ, ഈ വേട്ടയാടലുകളുണ്ടല്ലോ, ഈ കൽത്തുറങ്കുകളുണ്ടല്ലോ, ഇന്ത്യ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള ശബ്ദത്തിന് തടസ്സമാകില്ല എന്നുകൂടി ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ഇന്ന് ഫാസിസത്തോട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം സംഘപരിവാരത്തോട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം ഇന്ന് സംഘപരിവാരത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വത്സൻ തില്ലങ്കേരിമാർ നാട് ഭരിക്കുന്നതിനേക്കാൾ നാണം കെട്ട ഭരണം ഈ നാട്ടിൽ പിണറായി എന്ന ആഭ്യന്തരമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷത്തെ വിമർശന ഭാഷയിൽ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തിരുത്താനുള്ള അവസരമാണ് ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഉയർന്നു വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിന്റെ മണ്ണില് ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലുമില്ലാതെ ചെങ്കുടിയുടെ രാഷ്ട്രീയം മാറുന്ന ഗതികേടിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകരുത് എന്ന് ഇടതുപക്ഷത്തോട് ഞങ്ങൾ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷത്തെ ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഇടതുപക്ഷം ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വെച്ച് പേറിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ താല്പര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിന്റെ പോലീസ് സംവിധാനങ്ങൾ ഇന്ന് RSS വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സംഘപരിവാര
സംഘപരിവാരം എന്ന് പറയുന്നത് ഒരു തമാശയിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രമല്ല. അത് ഈ രാജ്യത്തെ മുഴുവൻ കാർന്നു തിന്നാൻ മാത്രമുള്ള വലുപ്പമുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘപരിവാരം ഒരു സംവിധാനമാണ്. അവർ ഇന്ത്യയുടെ ബ്യൂറോക്രസികളെ അടക്കി വാണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ത്യ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെയും ജുഡീഷ്യറിയെ പോലും വിലക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ പോലും അതിന്റെ അലയുടികൾ നമ്മൾ കാണുകയാണ്. കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിനെതിരെ എന്തൊക്കെ വിമർശനങ്ങളാണ് നമ്മളുടെ നാട്ടിൽ ഉയർന്നു കേട്ടത്. ഭരണപക്ഷത്തിരിക്കുന്ന MLA പോലും അതിനെതിരെ അഡ്രസ് ചെയ്ത് കൃത്യമായ തെളിവുകൾ വെച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതല്ലയായിരുന്നു. കേരളത്തിൽ സമുന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ IPS ഓഫീസർമാർക്കെതിരെ അപകടകരമായ കൃത്യമായ തെളിവുകൾ നികത്തിക്കൊണ്ട് ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നത് നമ്മൾ കാണുകയാണ്. RSSുമായി അഭേദ്യമായ ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര കസാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നത് നമ്മൾ കാണുമ്പോൾ സംശയം തോന്നുകയാണ്. കേരളത്തിന്റെ പച്ച മനുഷ്യർക്ക് കേരളത്തിന്റെ ആഭ്യന്തരം ഭരിക്കുന്നത് ആരാണെന്ന്, കേരളത്തിന്റെ ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി സമാണോ അതല്ല വത്സൻ പ്രിയങ്കേരിമാരാണോ എന്ന് കേരളത്തിൽ ഒരു സാധാരണക്കാരൻ തെറ്റിദ്ധരിച്ചാൽ അതിലെന്താണ് തെറ്റു പറയാനുള്ളത് എന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തെ ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷം അത്തരത്തിലുള്ള സംഘപരിവാര താല്പര്യത്തിന് വിധേയപ്പെട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് അഡ്രസ് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയമായിരുന്നു ഇവിടുത്തെ വലതുപക്ഷം. കേരളത്തിന്റെ നിയമസഭയിൽ അതിനെതിരെ സംസാരിക്കുന്ന ഒരു വലതുപക്ഷത്തെയും നമ്മൾ കാണുന്നില്ല. കേരളത്തിന്റെ നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഘപരിവാര താല്പര്യങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയോ? PC ജോർജ് ഇത്തരം നിറകെട്ട മനുഷ്യത്വവും വർഗീയപരമായ ഒരു പരാമർശം നടത്തിയിട്ട് കയ്യാമ വെച്ച് ജയിലിൽ അടക്കാത്തതിനെതിരെ വിമർശനം ഉന്നയിച്ച ഒരു VD സതീശനെ നിങ്ങൾ കണ്ടോ? ഒരു കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ നിങ്ങൾ കണ്ടോ? അതിന്റെ മുമ്പിൽ സമരസപ്പെടുന്നതല്ലേ നമ്മൾ കാണാൻ കഴിയുന്നത്? കേരളത്തിന്റെ പോലീസ് തലപ്പത്തേക്ക് RSS പാണ്ഡവമേന്തിയ ഒരു മനുഷ്യനെ കൈപ്പിടിച്ചുയർത്തുമ്പോ അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു VD സതീശനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നമ്മൾ അതിനോടും സമരസപ്പെടുന്നതല്ലേ നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ വളരെ കൃത്യമായി കൊണ്ട് സംഘപരിവാര താല്പര്യങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ ഇടതുപക്ഷവും വലതുപക്ഷവും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ നമ്മൾ അതിന്റെ അലയുടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെയും ഇന്ത്യയുടെയും മുഴുവൻ പ്രവർത്തന മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരം ഒരു വിധേയപ്പെടലിന്റെ രാഷ്ട്രീയം നമ്മൾ കാണുകയാണ്. ഇന്ത്യയുടെ അധികാര കസാരയിലേക്ക് സംഘപരിവാരത്തെ കൈപ്പിടിച്ചുയർത്തുന്നതിൽ കോൺഗ്രസിന്റെ പങ്ക് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചുവല്ലോ. കോൺഗ്രസ് ഇന്നുവരെ അതിൽ നിന്ന് തിരുത്തിയിട്ടില്ല എന്ന് വേദനയോടെ ഞങ്ങൾ പങ്കുവെക്കട്ടെ. നിങ്ങൾക്കറിയുമോ, ഇന്നും ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സംഘപരിവാരം മസ്ജിദുകൾക്ക് നേരെയും പള്ളികൾക്ക് നേരെയും വാറോലകളും നിയമങ്ങളുടെ ജുഡീഷ്യറികളുടെ കടലാസുകളുമായി ബുൾഡോസർ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കോൺഗ്രസിനെ നമ്മളവിടെ എവിടെയും നമ്മൾ കാണുന്നില്ല. പള്ളികൾക്കും മസ്ജിദുകൾക്കും നേരെ സംഘപരിവാരം അലമുറയിട്ട് വരുമ്പോ അതിന് മുമ്പിൽ ജനകീയമായ മതിൽക്കെട്ടുകൾ തീർക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ നെടും തൂണായി നിൽക്കുന്ന ഒരു കോൺഗ്രസിനെ നമ്മൾ കാണുന്നില്ല. ഒരു രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണുന്നില്ല. ഒരു പ്രിയങ്ക ഗാന്ധിയെ നമ്മളെവിടെയും കാണുന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ മതേതര സങ്കല്പങ്ങളുടെ ഒരു സ്വപ്നത്തിന്റെ നായകനായി കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന ഒരു നേതാക്കന്മാരും കോൺഗ്രസിന്റെ അകത്ത് ഇന്ത്യയിലെ മുസ്ലിം ദളിത് പിന്നോക്ക രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ബാബരിയുടെ തങ്കത്താഴിക കുടങ്ങൾ തച്ചു തകർക്കുമ്പോ എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? ഇന്ത്യ രാജ്യത്തിന്റെ തെരുവീതികളിൽ കലാപകലുഷിത പ്രവർത്തനങ്ങൾ സംഘപരിവാരം നടത്തുമ്പോ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? അതിൽ നിന്ന് മറ്റൊരു വ്യത്യാസവും വർത്തമാന ഇന്ത്യയിലെ കോൺഗ്രസിൽ നിന്ന് നമുക്ക് കാണുന്നില്ല എന്ന് ഞങ്ങൾ ആശങ്കയോടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഗാൻവാപ്പി മസ്ജിദിനെതിരെ സംഘപരിവാരം അലമുറയിട്ട് വന്നപ്പോ പാർലമെന്റ് മന്ദിരത്തിൽ 2 MP-മാർ സമരം ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. VT മുഹമ്മദ് ബഷീറും അബ്ദുസ്സമദ് സമദാനിയും പാർലമെന്റ് മന്ദിരത്തിൽ ഗാൻവാപ്പി മസ്ജിദിനെതിരെ സംഘപരിവാരം അലമുറയിട്ട് വരുമ്പോ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കറുത്ത തുണിയുമെടുത്ത് VT മുഹമ്മദ് ബഷീറും അബ്ദുസ്സമദ് സമദാനിയും ഇൻകുലാബ് സിന്ദാബ് വിളിക്കുമ്പോ നമ്മളിവിടെ കോൺഗ്രസിന്റെ ഒരു MP-യെയും നമ്മൾ കാണുന്നില്ല. ഈ തൊട്ടടുത്ത പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് വിജയിച്ച ഒരു കോൺഗ്രസിന്റെ MP-യെയും നിങ്ങളവിടെ കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല.
മുന്നണിയിലുള്ളവർ പോലും കൂടെ നിൽക്കുന്നില്ല. ഒരു മുസ്ലിം പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പള്ളികൾ പൊളിക്കാൻ JCBയുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയം കടന്നു വരുമ്പോ അതിന്റെ മുമ്പിൽ വിശ്വാസത്തിന്റെ നെഞ്ചൂക്ക് വിരിച്ച് അതിന്റെ ചെറുത്തുനിൽപ്പിന്റെ മുന്നണി പോരാളിയായിരുന്ന ചെറുപ്പക്കാരുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമ്പോ അതിന്റെ ജനകീയ സമര പോരാട്ടത്തിന്റെ പോർമുഖം തുറക്കേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു നാടകീയമായ സമരങ്ങൾ നടത്തി, ആഭാസ സമരങ്ങൾ നടത്തി, പിന്മാറുന്ന രാഷ്ട്രീയ നാടകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സമരങ്ങളിലേക്ക് കോൺഗ്രസ് മാറുമ്പോ ഞങ്ങൾ ചോദിക്കട്ടെ, ഈ BJPയുടെ സംഘപരിവാര വകുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മോചിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എങ്ങനെയാണ് കോൺഗ്രസ് സാധ്യമാവുക? പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയത്തിന് ഷോ നടത്തുന്നതിന് വേണ്ടി ബാഗുകൾ നിർത്തിക്കൊണ്ട് ബാങ്കുകളും ഷോകളും ഡ്രസ് കോഡുകളുമായി പാർലമെന്റ് മന്ദിരത്തിൽ ഷോ കാണിക്കുന്നതിലപ്പുറമായി കൊണ്ട് ഇന്ത്യയിലെ സംഘപരിവാരത്തെ അവസരോചിതമായി അഡ്രസ് ചെയ്ത് സമരം നടത്തുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഇത് കേൾക്കുമ്പോ ഈ നാട്ടിലെ നിഷ്പക്ഷരായ ആളുകൾ ചോദിക്കും, പിന്നെന്തു ചെയ്യണമെന്ന്? ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പിന്നെന്തു ചെയ്യണം? ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, കണ്ണുരുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്ന കോൺഗ്രസുകാരോട് ഞാൻ പറഞ്ഞു വെക്കട്ടെ, കോൺഗ്രസിന് ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ, ഇന്ത്യൻ മതേതരത്വത്തെ വീണ്ടെടുക്കാൻ, ഇന്ത്യയിലെ മനുഷ്യന്റെ വേദനകള് കോൺഗ്രസിന് ഒരു വേദനയായി തോന്നുന്നെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിൽ ഒരു നിരാഹാര സമരം കിടന്നെങ്കിലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിന് ഇതാ ഇന്ത്യ രാജ്യത്ത് ഞങ്ങളിതാ തെളിയിക്കുകയാണ്. സംഘപരിവാരത്തിന്റെ മുമ്പിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ തൻപോടമുള്ള MP ഇന്ത്യയുടെ പാർലമെന്റിൽ മുന്നോട്ടേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ടോ? വെടിയുണ്ടകളാണോ നിങ്ങൾ ഉയർത്തുന്നത്? നിങ്ങൾ ഉയർത്തുന്ന വെടിയുണ്ടകള് എന്റെ നാട്ടില് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ രാജ്യത്തിലെ പൗരന്മാർക്കെതിരെ നിങ്ങൾ ഉയർത്തി വിട്ടുകൊണ്ടിരിക്കുന്ന വെടിയുണ്ടകള് വെക്കാൻ തന്റേടമുള്ളവർ വെക്കട എന്ന് പറയാൻ തന്റേടമുള്ളവർ കോൺഗ്രസിന്റെ MP ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം ഈ ഇന്ത്യ രാജ്യത്ത് എന്നുണ്ടാകുമോ? ഇന്ത്യ രാജ്യത്തെ ബുൾഡോസർ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ പോയിട്ട് കയറ്റടാവിന്റെ രാഷ്ട്രീയത്തിന്റെ JCBയുടെ ബുൾഡോസർ എന്ന് പറയാൻ തന്റേടമുള്ള ഒരു കോൺഗ്രസിന്റെ MP ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത കാലത്തോളം പ്രിയപ്പെട്ട കോൺഗ്രസ് അധികാരത്തിന്റെ കതറിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പോരാട്ട നാടകം മാത്രമാണ് ഈ സംഘപരിവാര വിരുദ്ധത എന്ന് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയും. ഇനി എവിടേക്കാണ് ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഇനി എന്ത് സമരത്തിലേക്ക് ഇറങ്ങാൻ എന്താണ് നിങ്ങൾക്ക് തടസ്സമെന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്. സംഘപരിവാരം അവന്റെ ഐഡിയോളജി വിശദീകരിക്കുന്നതിൽ അവൻ എഴുതി വെച്ചിരിക്കുന്നു, അവന്റെ സ്വപ്ന രാഷ്ട്രം എന്ന് പറയുന്നത് 2025 2025 ഇന്ത്യ കാലെടുത്ത് വച്ചിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരികയാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു ഏകീകൃതത്തിലേക്ക് ഇന്ത്യ രാജ്യം കൊണ്ടുപോകുമെന്ന് പറയുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റിൽ പുതിയ ഓർഡിനൻസുകളും ബില്ലുകളും ആരും അറിയാതെ രംഗ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി, അമിത്ഷാ, അജിത് ഡോവലിന്റെ ഒറ്റമേശകളിലൂടെ ഏക തെരഞ്ഞെടുപ്പിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം, ഒരു രാഷ്ട്രം, ഒരു വ്യക്തി, ഒരു താല്പര്യം, ഒരു വിശ്വാസം എന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ, അവരുടെ സ്വപ്ന ദിനങ്ങളിലേക്ക് ഈ രാജ്യത്തെ അങ്ങ് വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ പ്രതീക്ഷയുടെ ഒരു പൊൻ വെളിച്ചമേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്ക് ഈ നാടൊരുക്കമാണെന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലൂടെ ഈ നാട്ടുകാർ തെളിയിച്ചു. അവരുടെ പ്രബുദ്ധത, അവരുടെ ആത്മാർത്ഥത കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടുകാർ തെളിയിച്ചു. ആ പ്രതീക്ഷക്കനുസൃതമായി ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് കോൺഗ്രസിന് ഉയർത്തി കാണിക്കാൻ കഴിയുമ്പോൾ ഉത്തർപ്രദേശിന്റെ മണ്ണില് യോഗി ആദിത്യനാഥ് വർഗീയതയുടെ അവസാനത്തെ ചീട്ടം വലിച്ചെറിഞ്ഞിട്ട് യോഗി ആദിത്യനാഥിന്റെ വർഗീയതയുടെ കാഷായ വസ്ത്രത്തെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമാറ് നിരക്ഷരായിരിക്കുന്ന പാവപ്പെട്ട ഉത്തർപ്രദേശിന്റെ പാവപ്പെട്ട മുസ്ലിം പിന്നാക്ക ജനങ്ങള് സംഘപരിവാര വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോ ആ ജനങ്ങളുടെ പ്രതീക്ഷക്കൊപ്പം നിന്നുകൊണ്ട് ഉയർന്നു വരുന്ന ഒരു കോൺഗ്രസിന്റെ നേതാവിന് നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുമ്പോ യോഗി ആദിത്യനാഥിന്റെ കണ്ണുരുട്ടലിന് മുമ്പിൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും
കണ്ണുരുട്ടലിന് മുമ്പിൽ ഇതാ മറുപടി പറയാ ഞങ്ങളുണ്ടെന്ന് പറയാ ഒരു കോൺഗ്രസിന്റെ നേതാവിന് ഈ നാട് പ്രതീക്ഷിക്കുകയാണ്, ഈ നാട് ദാഹിക്കുകയാണ്. കോൺഗ്രസിന് ഉയർത്തി കാണിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ചോദിക്കുകയാണ്. നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് പ്രതീക്ഷക്കനുസൃതമായിട്ട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം ഉയർന്നു വരുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കോൺഗ്രസിന് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് പോലും ഇന്ന് സംഘപരിവാരത്തിന്റെ താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കുന്നത് നമ്മൾ കാണുകയല്ലേ? PC ജോർജ് അടക്കമുള്ള, ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, അത്രമേൽ വെറുപ്പിന്റെ ഫാക്ടറി ആയിക്കൊണ്ട് കേരളത്തിന്റെ മലയാള മണ്ണ് പോലും മാറിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ മാത്രമുള്ള ഒരു ബബിളായി മുസ്ലിം വിരുദ്ധത ഈ രാജ്യത്തരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പോലും നടന്ന വിവാദകരമായിരിക്കുന്ന ഒരു മരണസംഗതിയിൽ പോലും ഇന്ത്യ രാജ്യത്ത് മുസ്ലിം തീവ്രവാദം അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ സ്വന്തം അച്ഛനെ കൊന്നോ കൊന്നില്ല എന്ന് പരാതിപ്പെട്ടത് ആ കുടുംബമാണ്. ആ കുടുംബം നടത്തിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ മണ്ണിൽ ചൂടുള്ള വാർത്തയായിട്ട് ആ വാർത്ത മാറുമ്പോ അതിൽ പോലും അതിനെ രക്ഷപ്പെടാനുള്ള ഏക ഉപാധിയായി മകൻ പറയുന്നത് കുടുംബത്തിൽപ്പെട്ടവൻ സ്വന്തം അച്ഛനെ കൊന്നത് മകനാണോ എന്ന സംശയം ഉന്നയിക്കുമ്പോഴേക്ക് അതിന്റെ പിറകിൽ മുസ്ലിം തീവ്രവാദികളാണെന്ന് പറയുമ്പോ അത് അച്ചടി ഭാഷയിൽ മലയാളത്തിൽ എഴുതി വെക്കാൻ വ്യഗ്രത കാണിക്കുന്ന മാധ്യമ സംവിധാനങ്ങളുടെ ജാഗ്രത കാണുമ്പോ അതിന്റെ മുമ്പിൽ നിയമം ഭുജിക്കുന്ന ഒരു നിയമ സംവിധാനങ്ങളെയും നമ്മൾ കാണുമ്പോ ഞാൻ പറഞ്ഞു വെക്കട്ടെ, ഇത് വായിച്ച് മനസ്സിലാക്കുന്ന, ഇത് കേട്ടറിയുന്ന ഒരു പുതിയ തലമുറയുണ്ട് ഇവിടെ കേട്ടോ. ഇത് മനസ്സിലാക്കാൻ വിവേകമതികളായ നമ്മൾക്കൊരു പക്ഷേ കഴിഞ്ഞേക്കും. പക്ഷേ അങ്കലവാടിയിൽ പോകുന്നവന് ഇന്ത്യയുടെ രാഷ്ട്രീയം അറിയില്ല, ചുടുബാല്യത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയം അറിയില്ല. വർത്തമാന തലമുറ എന്ന് പറയുന്നത് നമ്മളിവിടെ ചിന്തിച്ച് അവസാനിപ്പിച്ചുവോ അവിടെ നിന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു പുതിയ തലമുറയാണ്. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പേരമക്കളുടെ വർത്തമാന കാഴ്ചപ്പാടുകൾ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നമ്മൾ പോലും മനസ്സിലാക്കാത്ത ലോകത്ത് അഭിരമിക്കുന്ന ഒരു പുതിയ തലമുറ അവൻ കേട്ടു വളരുകയാണ്. മുസ്ലിം തീവ്രവാദമെന്ന്, മുസ്ലിം ഭീകരവാദമെന്ന് ഇല്ലാത്തൊരു സാധനത്തെ ഇന്നും ഇരുട്ടത്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനും പറയുന്നത്. ഭൂരിപക്ഷ വർഗീയതക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ വർഗീയത മാറുന്നു എന്ന് പറയുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഹലോ മിസ്റ്റർ പിണറായി, ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, വെല്ലുവിളിച്ച് ചോദിക്കട്ടെ, കേരളത്തിന്റെ നിയമസഭയെ പ്രതിനിധീകരിക്കുന്ന MP രാജേഷിനെ വെല്ലുവിളിച്ച് ചോദിക്കട്ടെ, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നടന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഏതെങ്കിലും ഒരു തീവ്രവാദത്തെ, ഏതെങ്കിലും ഒരു ഭീകരവാദത്തെ, പരസ്യ സംവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയെ ഞാൻ അത്തരം ഭാഷ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിൽ ഭൂരിപക്ഷമെന്ന ഒരു പക്ഷത്തിന്റെ വർഗീയതയില്ല. ഇന്ത്യയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഒരു വർഗീയതയാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ വർഗീയവാദികളാണെന്ന ഒരു വിശ്വാസം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കില്ല. പിണറായി വിജയന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ വർഗീയതയായി തോന്നുന്നുവെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് അത്തരം ഒരു വിശ്വാസമില്ല. ഞങ്ങൾ പറയുന്നു, ഇന്ത്യയിലെ 2% മാത്രം അംഗബലമുള്ള ഇന്ത്യയിലെ സവർണ വർഗീയത, ആ സവർണ വർഗീയത ഇന്ത്യ രാജ്യത്ത് എത്ര പ്രശ്നങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നടത്തിയിട്ടുണ്ട് അറിയാലോ. എറണാകുളം ക്രൈസ്തവ സഹോദരങ്ങൾ അവരവരുടെ വിശ്വാസത്തിന്റെ അഭിരമിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ബോംബ് സ്ഫോടനം നടക്കുകയാണ്. മലയാളികൾ ഞെട്ടി ഉണർന്നത് ആംബുലൻസിന്റെ സൈറനുകൾ കേട്ടിട്ടാണ്. പാതിവെന്ത പൂർണ്ണമായി വെന്ത മനുഷ്യന്റെ ശരീരവുമായി എടുത്തോടുന്ന ആംബുലൻസിന്റെ സൈറൻ കേട്ട് മലയാളികൾ ഞെട്ടി ഉണരുകയാണ്. എറണാകുളത്തിന്റെ മണ്ണിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട മനുഷ്യരെ, വളരെ ജാഗ്രതയോടുകൂടി, ആശങ്കയോടുകൂടി നമ്മൾ കേട്ട വാർത്ത, ആ നെറികെട്ട പ്രവർത്തനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചേതോധികാരത്തെ നമ്മൾ അന്വേഷിക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ എത്തിപ്പെട്ടത് മുസ്ലിം നാമധാരികയിലേക്കാണ്, മുസ്ലിം സംഘടനയിലേക്കാണ്. പക്ഷേ സായാഹ്ന സന്ധി തുടരുന്നതിന് മുമ്പ് അതിന്റെ സത്യം പുറത്തു വരികയാണ്. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു സംഘപരിവാര താല്പര്യമാണ്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? എറണാകുളത്ത് 8 പേരുടെ മരണത്തിന് കാരണമായ ഒരു ബോംബ് സ്ഫോടനം നടത്തിയ ഒരു മാർട്ടിൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദിയെ കുറിച്ച് ഒരു ഭരണഘടനയ്ക്ക് വെല്ലുവിളിയായിക്കൊണ്ട്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വെല്ലുവിളിയായിക്കൊണ്ട് ഒരു മാർട്ടിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ചാനൽ ചർച്ച നിങ്ങൾ കേട്ടോ? ഈ കാഞ്ഞിരത്താണിയങ്ങാടിയിൽ ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ആ പ്രശ്നവൽക്കരിക്കുന്നത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേൾക്കാൻ വഴിയില്ല കേട്ടോ. അത്തരത്തിൽ പ്രശ്നവൽക്കരിച്ച് പ്രശ്നക്കാരെ അഡ്രസ് ചെയ്യാൻ ഈ രാജ്യത്തിലെ ഗവൺമെന്റിന് താല്പര്യമില്ല, ഈ രാജ്യത്തിലെ ബ്യൂറോക്രസിക്ക് താല്പര്യമില്ല, ഈ രാജ്യത്തിലെ മീഡിയ സിൻഡിക്കേറ്റിന് താല്പര്യമില്ല. ഇതാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്.
അത്രമേൽ മുറുപ്പിന്റെ ഇസ്ലാമോഫോബിയ തിങ്ങിക്കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ണായി നമ്മുടെ മണ്ണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മോചനം വേണ്ടേ? അതിന്റെ നിലപാടെടുക്കാൻ വർത്തമാനം പറയാൻ മുസ്ലിം വിഷയത്തെ അഡ്രസ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാണെന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലും നമ്മൾ കാണുന്നില്ല. പി കെ കുഞ്ഞാലിക്കുട്ടിയെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയില് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു എംഎൽഎമാർ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ, അത് കേരളത്തിന്റെ നിയമസഭ ചർച്ച ചെയ്യണമെന്ന് പറയാൻ, അത് കേരളത്തിന്റെ നിയമസഭയുടെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തണമെന്ന് പറയാൻ, അത് കേരളത്തിന്റെ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരണമെന്ന് പറയാൻ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധിയെ നിങ്ങൾ കണ്ടോ? എന്തിനാണ് ഇത്രമേലുള്ള അപകർഷത ബോധം മുസ്ലിം ലീഗിന് ഉണ്ടാകുന്നത്? മുസ്ലിം ലീഗ് പോലും അറിയാതെ സംഘപരിവാര താല്പര്യം സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലും തെറ്റാണ്. മുസ്ലിം ലീഗ് പോലും ഇന്ന് സംഘപരിവാരത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നിടത്തേക്ക് മാറി നിൽക്കുകയാണ്. ഞങ്ങൾ വിമർശിക്കുകയാണ് മുസ്ലിം ലീഗിനെ. ഞങ്ങളുടെ വിയോജിപ്പുകൾ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിം ലീഗുണ്ട്. ഏത് മുസ്ലിം ലീഗ്? ഖായിദെ മില്ലത്തിന്റെ ഒരു മുസ്ലിം ലീഗുണ്ട്. ബാഫക്കി തങ്ങളുടെ ഒരു മുസ്ലിം ലീഗുണ്ട്. 1948 മദ്രാസിലെ രാജാജി ഹാളിൽ തുടക്കം കുറിച്ച് ഒരു IUML ഉണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലെ സർവോപരി മുസ്ലിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുടെ രാഷ്ട്രീയമായി കടന്നുവന്ന ഒരു മുസ്ലിം ലീഗ്. ഖായിദെ മില്ലത്തിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട, ഇന്ത്യയിലെ ഓരം ചേർന്നിരിക്കുന്ന ഇന്ത്യയിലെ പിന്നോക്ക രാഷ്ട്രീയക്കാരാകാൻ പാടില്ല. അഭിമാനത്തോടെ അവകാശങ്ങൾ സംസാരിക്കാൻ അവർക്കൊരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടായി വരേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ ബോധ്യം ഉണ്ടായി വരേണ്ടതുണ്ട്. അതിനൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടായി വരണം. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് മദ്രാസിലെ രാജാജി ഹാളില് 1948 തുടക്കം കുറിച്ച IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി. ആ മുസ്ലിം ലീഗിന്റെ താല്പര്യം പുതിയ MSF-കാരോട് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പുതിയ യൂത്ത് ലീഗുകാരനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഖായിദെ മില്ലത്തിന്റെയും ബാഫക്കി തങ്ങളുടെയും ഒരു മുസ്ലിം ലീഗ് CHന്റെ പ്രസംഗത്തിൽ ഇന്നും അഭിരമിക്കുന്ന മുസ്ലിം ലീഗിനോട് ഞാനൊരു മുസ്ലിം ലീഗിനെ പരിചയപ്പെടുത്തട്ടെ. അറബിക്കടലിന്റെ നടുക്ക് മുസല്ലയിട്ട് നമസ്കരിക്കുന്ന ഒരു RSSകാരനെ നിങ്ങൾ കണ്ടാൽ നിങ്ങളെന്ന് വിശ്വസിച്ച് പോകരുത് കേട്ടോ എന്ന ദീർഘവീക്ഷണത്തിന്റെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞ ഒരു നേതാവിന്റെ പേരാണ് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവായ ബാഫക്കി തങ്ങളുടെ രാഷ്ട്രീയത്തെ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുമ്പോ ഞാൻ ചോദിക്കട്ടെ, ബഹുമാന്യനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണ സമ്മേളനത്തിന് അഡ്വക്കറ്റ് ശ്രീധരൻ പിള്ള എന്ന സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ നേതാവിന് ഇടന്നിരുത്തി ചായ കൊടുത്ത് അജ്വ ഈത്തപ്പഴം മണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്താൽ മാത്രമേ മുസ്ലിം ലീഗിന്റെ നേതാവായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മതേതരനാകൂ എന്ന മിഥ്യാധാരണയുണ്ടല്ലോ, സംഘപരിവാര താല്പര്യമുണ്ടല്ലോ. മുസ്ലിം ലീഗിന്റെ താല്പര്യത്തെ ഞങ്ങൾ വിമർശിക്കുകയാണ്. MSF-കാരന്റെ യൂത്ത് ക്യാമ്പയിന്റെ ഉദ്ഘാടന വേദികളില്, ചാനൽ ചർച്ചകളിൽ സംഘപരിവാര ശബ്ദമായ രാഹുൽ ഈശ്വറിനെ വിളിച്ചു വരുത്തിയിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ സ്റ്റേറ്റ് ക്യാമ്പയിന് മീഡിയ അറ്റൻഷൻ കിട്ടില്ല എന്ന സംഘപരിവാര താല്പര്യത്തിന് ഓശാന പാടുന്ന മുസ്ലിം ലീഗിന്റെ നിലപാടിനെ ഞങ്ങൾ വിമർശിക്കുകയാണ്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും നിയമസഭകളിലും പാർലമെന്റ് മന്ദിരങ്ങളിലും മുസ്ലിം വിരുദ്ധ ബില്ലുകളും ചർച്ചകളും നടക്കുമ്പോ മൗനം ഭുജിക്കുന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ ഞങ്ങൾ ഇവിടെ വിമർശിക്കുകയാണ്. അധികാരത്തിന്റെ അപ്പകഷ്ടങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സുഖലോലുപതയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് അഭിരമിക്കുന്ന സുഖാനുഭൂതികൾ തകരുമെന്ന് പേടിച്ച് മൗനം ഭുജിക്കുന്ന മുസ്ലിം ലീഗിന്റെ നിറകെട്ട രാഷ്ട്രീയത്തെ ഞങ്ങളിവിടെ വിമർശനത്തിന് വിധേയമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ഒരു അലയൻസ് രാഷ്ട്രീയം ഇവിടെ ബിൽഡപ്പ് ചെയ്തിരിക്കുകയാണ്. സംഘപരിവാര രാഷ്ട്രീയത്തിന് ഓശാന പാടുക എന്നുള്ളതാണ് സുഗമമായ രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും ജനപ്രതിനിധികളാൽ അടങ്ങി വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവധി വേണ്ടതുണ്ട്. ഈ രാജ്യത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. BR അംബേദ്കർ സ്വപ്നം കണ്ട ഒരു ഇന്ത്യയെ നമുക്കിവിടെ കൊണ്ടുവരണം. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഒരു ഇന്ത്യയെ നമുക്കിവിടെ തിരിച്ചു കൊണ്ടുവരണം. അതിന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ ജനകീയമായ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയായിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയ സംഘടനാ സങ്കുചിതത്വം മാറ്റിവെച്ച് ഈ നാട്ടിലെ പൗരസമൂഹം ഒന്നിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഒരു കൽബുർഗിമാർ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയാം. ഇന്ത്യ രാജ്യത്ത് ഒരു അനന്തമൂർത്തിയില്ല,
ഇല്ലാത്ത, ഒരു ഷെയ്ഖ് മുഹസിൻ സാദിഖില്ലാത്ത, ഒരു രോഹിത് മുഹമ്മദില്ലാത്ത, ഒരു ഗൗരി ലങ്കേഷ് ഇല്ലാത്ത, ഒരു റിയാസ് മൗലവി ഇല്ലാത്ത, ഒരു യാസർ ഇല്ലാത്ത, ഒരു ഫൈസൽ ഇല്ലാത്ത, ഒരു ജുനൈദ് ഇല്ലാത്ത ഇന്ത്യ രാജ്യത്ത് സംഘപരിവാര വേട്ടകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന, കണ്ണീർ വളർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മുഴുവൻ കണ്ണീരിനും കർച്ചീഫായിക്കൊണ്ട് ഈ നാട്ടിൽ അന്ധത ബാധിച്ച് വർഗീയതയാൽ ഇരുട്ട് ബാധിച്ച ഇന്ത്യ രാജ്യത്ത് വെളിച്ചത്തിന്റെ ഒരു പ്രകാശം തീർക്കാൻ ജനാധിപത്യ ഇന്ത്യയുടെ സുന്ദരമായ സംവിധാനങ്ങൾ ഉയർത്തി ഉറക്കെ വിളിച്ചു പറയാൻ ഒരു സോഷ്യൽ ഡെമോക്രസിയെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ അഡ്രസ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഗുജറാത്തിന്റെ തെരുവീതികളിൽ ഞങ്ങൾ സോഷ്യൽ ഡെമോക്രസി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിന്റെ മണ്ണില് ഞങ്ങൾ സോഷ്യൽ ഡെമോക്രസി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ജനപ്രതിനിധികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകയുടെ മണ്ണില് ഞങ്ങൾ ഈ സുന്ദരമായ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അസമിന്റെ തെരുവുകളിൽ ഞങ്ങൾ ഈ രാഷ്ട്രീയത്തെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതീക്ഷയുടെ ഒരു പൊൻപുലരി ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ നാടിനോട് വാക്കു തരാനുള്ളത്, ഏതൊക്കെ അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ച് നിങ്ങൾ കണ്ണുരുട്ടിയാലും, ഏതൊക്കെ കൽത്തുറങ്ങൾ നിങ്ങൾ കാണിച്ച് പേടിച്ചാലും, ഏതൊക്കെ കയ്യാമങ്ങളും കൽത്തുറങ്ങളും, ഏതൊക്കെ ഭീഷണിയുടെ കടാരകൾ നിങ്ങൾ ഉയർത്തിയാലും, ആ ഭീഷണിയുടെ കടാരകളിൽ ഞങ്ങളുടെ ശബ്ദവും ഞങ്ങളുടെ നിലപാടുകളും അങ്ങ് ഇല്ലാതാകുമെന്ന് നിങ്ങളാരും സ്വപ്നം കാണണ്ട. ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി കേശാനടക്കമുള്ളവര് ഇന്ന് ഭരണകൂട വേട്ടക്കിരയായിക്കൊണ്ട് 6 അടി മണ്ണിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും പോന്നുകൊണ്ടിരിക്കുമ്പോ സംഘപരിവാരത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ഇരുട്ടിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന കടാരകൾ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെന്ന ബോധ്യത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരത്തോട് കോംപ്രമൈസ് എന്ന പൊളിറ്റിക്സ് ആണ് ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് വെക്കാനുള്ളത്. ഞങ്ങൾ സമരസപ്പെടാൻ ഒരുക്കമല്ല എന്ന് ഫാസിസത്തോട് ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്ത് ഒരേകാധിപതിക്കും ലോക ചരിത്രം പരിശോധിക്കുമ്പോ, ആഗോള ചരിത്രം പരിശോധിക്കുമ്പോ ഒരേകാധിപതിക്കും അധികകാലം ആ രാജ്യത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. ചരിത്രം എന്ന് പറയുന്നത് കേട്ടാസ്വദിക്കാനുള്ളതല്ല, കേട്ടമ്പരപ്പെടാനുള്ളതല്ല, മറിച്ച് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. ഒരുപാട് ഏകാധിപതികൾ ചരിത്രത്തിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്രൂദ് എന്നൊരു ഏകാധിപതിയെ നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാം. ആ നാട്ടിൽ ഏറ്റവും വലിയ ഏകാധിപതിയായിരുന്നു ആ ഏകാധിപതിയായ നമ്രൂദ്. ആ നമ്രൂദ് അതിന്റെ സുവർണ്ണ കാലഘട്ടങ്ങളിൽ തകർന്നു വീഴുന്നു എന്നുള്ളത് നമ്രൂദിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഒരു നമ്രൂദ്, രണ്ടാമതൊരു നമ്രൂദ് കടന്നു വന്നത് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഫറോവ എന്ന മറ്റൊരു ഏകാധിപതിയെ കാണാം. ആ നാട്ടിലെ ഏറ്റവും വലിയ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞൊരു മനുഷ്യനായിരുന്നു ഫറോവ എന്ന ഏറ്റവും വലിയ ധനികനായ, ഏറ്റവും വലിയ അധികാരത്തിന്റെ കുലപതിയായ ഫറോവ എന്ന ഫിർഔൻ. അവനിലൂടെ അവസാനിച്ചു എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. നിങ്ങൾക്ക് ഈജിപ്തിലെ, നിങ്ങൾക്ക് ഇറ്റലിയിലെ, നിങ്ങൾക്ക് അതുപോലെ തന്നെ ജർമ്മനിയിലെ നിങ്ങൾക്ക് ഹിറ്റ്ലറെ പരിചയമുണ്ടല്ലോ, മുസോളിനിയെ പരിചയമുണ്ടല്ലോ. ഏകാധിപതികളുടെ ചരിത്രം നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന പേര് ഹിറ്റ്ലർ എന്ന ഒരു ഏകാധിപതിയാണ്. തന്റെ നാട്ടിലെ പച്ച മനുഷ്യനെ അതിനിഷ്ഠൂരമായി വെടിവെച്ചു കൊന്ന ഒരു ഏകാധിപതിയാണ് ആ ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യന്. ആ ഹിറ്റ്ലറിലൂടെ തകർന്നു എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ് കേട്ടോ. രണ്ടാമതൊരു ഹിറ്റ്ലർ നാട് ഭരിച്ചത് നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. മുസോളിനി മറ്റൊരു ഏകാധിപതിയാണ്, സ്വച്ഛാധിപതിയാണ്. ആ സ്വച്ഛാധിപതിയും തന്റെ നാട്ടിന്റെ സുവർണ്ണ കാലഘട്ടങ്ങളിൽ തകർന്നു വീഴുന്ന ഒരു ചീറ്റുകൊട്ടാരം മാത്രമാണ് എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. ഹുസ്നി മുബാറക് എന്ന് പറയുന്ന അടുത്ത കാലത്ത് കടന്നുപോയ ഒരു ഏകാധിപതിയുണ്ട്. തഹ്രീർ സ്ക്വയറിന്റെ സമര പോരാട്ടത്തിൽ ആ നാട്ടിലെ യുവാക്കളെന്ന് ആ തിങ്കുലാബ് സിന്ദാബ് വിളിച്ചപ്പോ തന്റെ മരണത്തിന്റെ മരണഘട്ടല് ഈ അധികാര കസാരയിലൂടെ മാത്രമേ പോകൂ എന്ന് അഹങ്കാരത്തോടെ സ്വപ്നം കണ്ട ഹുസ്നി മുബാറക് എന്ന് പറയുന്ന ഏകാധിപതി താൻ അടക്കി വാടുന്ന ജനങ്ങളുടെ മധ്യ കയ്യാമ വെച്ച് നടന്നു പോയത് ചരിത്രം സാക്ഷിയാണെങ്കിൽ ആ ചരിത്രത്തെ അന്യർത്ഥമാക്കിക്കൊണ്ട്, ആ ചരിത്രത്തെ ഈ സദസ്സിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, സംഘപരിവാരം സ്വപ്നം കാണുന്ന 2025 സുവർണ്ണ കാലഘട്ടത്തിൽ തകരാറുള്ള മിഥ്യയുടെ ഒരു സ്വപ്ന സംവിധാനം മാത്രമാണ് ഇന്ത്യയിലെ സംഘപരിവാരം. അത് തകരാനുള്ള പ്രത്യയശാസ്ത്രമാണ്. അത് അധികയായുസില്ലാത്ത
പ്രത്യയശാസ്ത്രമാണ്. പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളുമായി, നിലപാടിന്റെ ശബ്ദങ്ങളുമായി, കാഴ്ചപ്പാടിന്റെ ദിശാബോധത്തിന്റെ നട്ടെല്ല് നിവർത്തുന്ന രാഷ്ട്രീയ നിലപാടുമായി ഒരു മനുഷ്യൻ നടന്നു വന്നാൽ ആ മനുഷ്യന്റെ പുറകിൽ ഇൻകുലാബ് സിന്ദാബ് വിളിക്കാൻ ഈ തെരുവൊരുക്കമാണെന്ന് ഈ കാലഘട്ടം പറയുമ്പോ ആ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ സോഷ്യൽ ഡെമോക്രസത്തെ ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുകയാണ്. ഇന്ത്യയിലെ സംഘപരിവാരത്തെ പിടിക്കേണ്ടിടത്ത് പിടിച്ച് ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ, രാഷ്ട്രീയ നിലപാടിന്റെ, രാഷ്ട്രീയ ചങ്കൂറ്റത്തിന്റെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന കാലഘട്ടത്തിലൂടെ ഞങ്ങൾ തെളിയിച്ചു. ഞങ്ങളെ മനസ്സിലാക്കാൻ ഈ നാടൊരുങ്ങണം. ഞങ്ങളുടെ ഇന്നലകളുടെ പ്രവർത്തനങ്ങളിലൂടെ, ഞങ്ങളുടെ സെമിനാറുകളിലൂടെ, ഞങ്ങളുടെ സിംപോസിയങ്ങളിലൂടെ, ഞങ്ങളുടെ പ്രവർത്തകരിലൂടെ ഞങ്ങളെ മനസ്സിലാക്കാൻ ഈ നാട്ടിലെ നല്ലവരായ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാവണമെന്ന് ഈ ജനകീയമായ ജനാധിപത്യ സമര പോരാട്ടത്തിൽ പ്രതീക്ഷയുടെ ഒരു ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഐതിഹാസികമായ ഈ സമര പോരാട്ടത്തിൽ ഇന്ത്യയെ വീണ്ടെടുക്കാൻ നമ്മുടെ മക്കൾക്ക്, പേരമക്കൾക്ക് ഇന്ത്യയിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ, വരുംകാല തലമുറയ്ക്ക് ഇന്ത്യയിൽ ഒരു നാൽക്കാലിക്ക് വില കൽപ്പിക്കാത്ത ഒരു മനുഷ്യരായിട്ടല്ല, ഇന്ത്യയുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന ഇന്ത്യയിലെ സമത്വ സുന്ദരമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ, ഇന്ത്യയിലെ പൗരസമൂഹത്തെ സോഷ്യൽ ഡെമോക്രസി മുന്നോട്ടേക്ക് വെക്കുന്ന നട്ടെല്ലിന്റെ നിലപാടിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഇന്ത്യ, ജയ് സോഷ്യൽ ഡെമോക്രസി.